തിരുവോണത്തിന് അന്ന് റിലീസായ ഒരു തമിഴ് ചിത്രത്തെ പറ്റി സംസാരിക്കാനാണ്. AR മുരുകദാസിൻ്റെ മദ്രാസി, ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, പിന്നെ വിദ്യുത് ജമാലൊക്കെ അഭിനയിച്ചിരിക്കുന്ന മദ്രാസിയുടെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് തിരുവോണത്തിന് അന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ ഇരിക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ എടുത്തത്. പടം നമ്മൾ അന്ന് തന്നെ ഇത് റിവ്യൂ അല്ല, പായസടിച്ച് മത്തടിച്ച് കിടന്നുണ്ട്. അതെ, അതുകൊണ്ടൊരു കാരണമാണ്. പക്ഷേ നമ്മളിതൊരു റിവ്യൂ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് അന്ന് തന്നെ ഇറക്കണമെന്നില്ല. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരുപാട് പേര് കമൻസ് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലേ, കൺസിസ്റ്റൻ്റ് എന്നല്ല എന്നാ പറയണ്ടേ, ടൈമിങ്. നിങ്ങൾ ഈ പരിപാടിയെല്ലാം ആൾക്കാർ മറന്നു കഴിയുമ്പോഴാണ് വീഡിയോയുടെ വരുന്നത്. അതെ അതെ. അപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനും ഇവനും 2 സ്ഥലത്താണ്, വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, പുള്ളിയും വേറെ സ്ഥലത്താണ്. ഞങ്ങൾ 3 ഒരുമിക്കേണ്ട ബുദ്ധിമുട്ടുകൊണ്ടാണ് പലപ്പോഴും വീഡിയോസ് ലേറ്റ് ആവുന്നത്. ഇപ്പോൾ ഒരാൾ ഇപ്പം കുറച്ച് നാളായിട്ട് വരുന്നില്ല ഇൻ ദ സെൻസ് അവൻ്റെ ടൈമിങ് അവന് വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളിനി ഞായറാഴ്ച മാത്രമേ അവന് ഫ്രീ ആകത്തുള്ളൂ. അപ്പം അതെല്ലാം കൂടെ ഒത്തു വരാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോസിൽ ഡിലേ വരുന്നത്. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻ ആകുമ്പോൾ തന്നെ അത് കറക്റ്റ് പടം ഇറങ്ങി ഉടനെ തന്നെ വരണമെന്നില്ല, കാരണം സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ അപ്പോൾ സിനിമ കാണാത്തവർക്ക് ഒരുപക്ഷെ വീഡിയോ കണ്ടാൽ സ്പോയിലാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഈ റിവ്യൂ അല്ല ഡിസ്കഷൻ ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, പക്ഷേ ആൾക്കൊക്കെ എത്ര മനസ്സിലാവുന്ന നമുക്ക് അറിയുന്നില്ല. എന്നാലും പിന്നെ ഇതിൻ്റെ ലെങ്ത് ഉണ്ടാവും വീഡിയോയ്ക്ക്, സ്വാഭാവികമാണ്. അതെ അതെ. അതുപോലെ തന്നെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നീ പറഞ്ഞ എടുത്ത് കാണിക്കണ ടീംസ് ദയവ് ചെയ്ത് അതെ 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 വരുന്നുണ്ട്. അതെ, അല്ല നമുക്ക് ഒരാൾക്ക് എടുക്കാൻ പറ്റിയാലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാവുള്ളൂ എന്ന ലോജിക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യരുത്. അതെ അതെ. നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളതിൽ ഹർട്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പോയിന്റ്. ഇഷ്ടപ്പെട്ടില്ലേ ഗുഡ്, നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, അപ്പം നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ആ അഭിപ്രായത്തെ ഇതൊരു അഭിപ്രായമാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അല്ല, പ്രശ്നം എന്ന് വെച്ചാൽ ചേട്ടാ നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു എന്നുള്ളതല്ല, നേരെ തെറിയും നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു. എനിക്ക് നന്നായിട്ട് അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. കോഹ്ലിയുടെ റിവ്യൂവിൻ്റെ താഴെ അങ്ങനെ കുറച്ച് പേര് വന്നിരുന്നു. അങ്ങനെ പറയുന്നതിനോട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ എല്ലാവർക്കും ലൈക്ക് അടിക്കുന്നു. ലവ്. അപ്പോൾ നമുക്ക് മദ്രാസിയെ പറ്റി സംസാരിക്കാം. മദ്രാസി AR മുരുകദാസിൻ്റെ കംബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ കംബാക്ക് ആണോ? അതായത് പടി കയറി തുടങ്ങി. അതെ, അതായത് ലാസ്റ്റ് ഇറങ്ങിയ പടം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഭേദപ്പെട്ട സിനിമയാണ്. അതെ, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒരു ഗംഭീര പടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഒരു ആക്ഷൻ പടം എന്നുള്ള ലൈനിൽ കുറച്ച് ഏരിയാസ് എനിക്ക് വർക്കായിരുന്ന സെൻസ് ഞാൻ ആസ്വദിച്ചു. എസ്പെഷ്യലി എനിക്ക് വിദ്യുത് ജമാലിൻ്റെ ആ ക്ലൈമാക്സിന് മുമ്പുണ്ടായിരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. അതോടുകൂടി ഒരു കാര്യം കൂടെ പറയട്ടെ, വിദ്യുത് ജമാലിനെ മുംബൈയിൽ നിന്ന് ഇവിടം വരെ വരുത്തിച്ചിട്ട് ഫസ്റ്റ് ഹാഫ് പകുതിയായ പുള്ളി കോമയില. ഫസ്റ്റ് ഹാഫ് മുതൽ ക്ലൈമാക്സിൻ്റെ ആ പോയിന്റ് വരെ പുള്ളി കോമ കിടക്കും. അതെ, പിന്നെ ലാസ്റ്റ് പുള്ളിയെ എഴുന്നേപ്പിച്ചിട്ട് വേണം ഒരു ഫൈറ്റ് ചെയ്യിക്കാൻ. അപ്പൊ ആ ഒരു അത് എനിക്കും പേഴ്സണലി ഭയങ്കര അല്ലേ, അത് അണ്ടർവെൽമിങ് ഒരു ആസ്പെക്ട്. വില്ലനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഇത്ര നല്ലൊരാളെ കൊണ്ടുവന്നു. അതെ, നമ്മൾ വിദ്യുത് ജംവാലിനെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാം പടത്തിനകത്ത് ഇത്ര ഒരു 3-4 ആക്ഷൻ സീക്വൻസ് എങ്കിലും പുള്ളിയെ കൊണ്ട് ചെയ്യിക്കണം. ബട്ട് ഇത് ചെയ്യിക്കണം എന്നല്ല, എന്നാലും ചെയ്താൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആക്ഷൻ സിനിമകളിൽ ആക്ഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മാത്രമല്ല ഈ ഇടയ്ക്കുള്ള പോർഷൻ അവർ ഫില്ല് ചെയ്തേക്കുന്നത് കുറച്ച് നമുക്ക് അൺഇൻട്രസ്റ്റിംഗ് സീക്വൻസ് വെച്ചാണ്. അപ്പോൾ അതിങ്ങനെ വിദ്യുത് ജംവാലിനെ എഴുന്നേൽപ്പിക്കടാ എന്ന് നമ്മളിങ്ങനെ പറയും, എന്നിട്ട് അത് ലാസ്റ്റ് കൊണ്ടുവെക്കും. അപ്പം ഇനിഷ്യലി വിദ്യുത് ജംവാലിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്, ജംവാൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് സീക്വൻസ് വില്ലൻ്റെ പുള്ളിയുടെ പേര് കറക്റ്റായിട്ടാണ് തോന്നുന്നു നമ്മൾ പറയുന്നത്. പക്ഷേ പുള്ളിയുടെ ഇനിഷ്യലി ഒരു സീക്വൻസ് ഉണ്ട്, അതിലൊരു രസം ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സിലാണ് തിയേറ്ററിൽ ആകെ ആൾക്കാർ കൈയടിച്ചൊരു സീൻ എന്ന് പറയുന്നത് പുള്ളി സെക്കൻഡ് ഹാഫിലെ ലാസ്റ്റ് ആ ക്ലൈമാക്സിന് മുമ്പുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ആ സെറ്റ് പീസ്. അതിനാണ് തിയേറ്ററിൽ ആ പുള്ളി പുഷപ്പ് അടിക്കുന്നൊരു സീനുണ്ട്. അതിന് തിയേറ്ററിൽ അത്ര നേരം തിയേറ്ററിൽ ഒരു മനുഷ്യൻ അനങ്ങിയിട്ടില്ല. ആ ഒരു സീനിൽ തിയേറ്ററിൽ എല്ലാവരും കൈയടിച്ച്. അത് ശരിക്കും നല്ലൊരു മൊമെൻ്റായിരുന്നു. ബാക്കി സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ശിവകാർത്തികേയൻ്റെ ഇൻട്രോ തൊട്ട് നമുക്ക് ഈ യൂഷ്വലി ഇത് തമിഴ് ഓഡിയൻസിന് വേണ്ടി അല്ലേ, അവരെ മുന്നിൽ കണ്ടുകൊണ്ട് എടുത്തൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവകാർത്തികേയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോങ്ങില്ല. ഇതൊരു പഴയ ഫോർമാറ്റാണ്. അതായത് നമ്മൾ കുറേ നാളായിട്ട് തമിഴ് സിനിമയിൽ ഇപ്പം വിജയുടെ സിനിമയിൽ പോലും അന്യം വന്നുകൊണ്ടിരിക്കുക.
അല്ല പക്ഷെ ഇന്ന് കാണുമ്പോൾ അത് ഭയങ്കര കൺഫ്യൂസിങ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ടോണിൽ ഹീറോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. കാരണം പടം തുടങ്ങുന്ന വേറെ ടോണിലാണ്. അതായത് ഈ AR മുരുകദാസിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ AR മുരുകദാസിൻ്റെ പരാജയപ്പെട്ട സിനിമകളെ പറ്റി പുള്ളിയുടെ ഒരു ചില ഒപ്പീനിയൻസ് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ വിയോജിപ്പുകൾ തോന്നാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയോട് ഇപ്പോൾ ദർബാറിൻ്റെയും സിക്കന്ദറിൻ്റെയൊക്കെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് എന്തുകൊണ്ട് സിനിമ അറിയപ്പെടുന്നത്, ഞാൻ കുറച്ചുകൂടി ഇന്നും കുറച്ചും ഗ്രാൻഡിയറായി എടുത്തിരിക്കണം അങ്ങനെ പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാനത് ആലോചിച്ചത് എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. സിനിമയെ നന്നായിട്ട് എഴുതണം, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്ത് ഞാൻ അതിൽ വർക്ക് ചെയ്യാം, സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യണം എന്നതിനെ പറ്റിയല്ല പുള്ളി പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് അത് എടുക്കണം എന്നതാണ് പുള്ളിയുടെ ഒരു ആ അഭിപ്രായത്തോടും വിയോജിക്കുന്ന രീതിയിലാണ് പടം എടുത്തേക്കുന്നത്. കാരണം ഇത് എല്ലാ ഗ്രാൻഡിയറും കൂടെ ചുരുക്കി പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ പടത്തിൽ. പുള്ളി പറയുന്നത് മറ്റേ സിക്കന്ദറിന്റെ പരിപാടി പുള്ളി പറയുന്നത് സിക്കന്ദർ സെറ്റിൽ എടുത്തേക്കുന്നത് മെജോറിറ്റി ഫുൾ സെറ്റിലും ഈ രാത്രിയിലൊക്കെ ഷൂട്ട് ചെയ്തത്. പകലെല്ലാം രാത്രിയിൽ തന്നെ ഇവർ ലൈറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ ഭരതൂർ അങ്ങനെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇന്നും കൊഞ്ചം ഗ്രാൻഡിയറാ പണ്ടണം. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ ആലോചിച്ചാൽ ഇത് ഗ്രാൻഡിയറാ പണ്ടണമെന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് റിയൽ ലൊക്കേഷനിൽ പോയി കുറച്ചുകൂടെ വലിയ ഒരു സ്കെയിലിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ബട്ട് അതിനപ്പുറത്തേക്ക് ഞാനൊരു നല്ല രീതിയിലൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കല്ല പുള്ളി പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ പ്രശ്നം നമ്മൾ ഈ പോളിഷിനായിരിക്കും ഇവർ ഗ്രാൻഡിയർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഇതിനകത്ത് തന്നെ പുള്ളിയുടെ പല സിനിമകളുടെയും ഛായ ഉണ്ടല്ലോ. ഇപ്പം ഗജിനിയുടെ ഒരു പല സിനിമകളെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് സിനിമ എനിക്ക് മനസ്സിലായത് തുപ്പാക്കിയുടെ ഒരു ഭയങ്കര സിമിലാരിറ്റി സിനിമയുടെ ത്രൂ ഔട്ടുണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ പരിപാടിയൊക്കെ ഒരുപാട് അടുത്തുണ്ട്. 12 പേര് ഒരുമിച്ച് വെടിവെക്കുന്ന സീക്വൻസിന് ഇവിടെ ഒരു മൊണ്ടായ സീക്വൻസ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വിദ്യുത് ജവാലിനെ കാണിക്കുന്ന സീനും വിദ്യുത് ജവാലിന്റെ റെഫറൻസ് പുള്ളി ഉപയോഗിക്കുന്ന ഡയലോഗ്സിലെ റെഫറൻസ് എല്ലാം നേരെ തുപ്പാക്കിയായി കണക്ട് ആവുന്നത്. പിന്നെ ഈ സിനിമ തന്നെ ഗൺ കൾച്ചറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ വീണ്ടും തുപ്പാക്കി. പിന്നെ ഈ തുപ്പാക്കിയെന്ന് ഈ പടത്തിൽ അഭിനയിക്കുന്ന SK ഇന്റന്റഡ് എന്ന് പറഞ്ഞിട്ട് മൊത്തം തുപ്പാക്കി. അല്ലല്ല, ഈ സിനിമയിലെ പിന്നെ ശിവകാർത്തികൻ അഭിനയിക്കുമ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ തുപ്പാക്കി പുടി ശിവ എന്ന് പറഞ്ഞ് വിജയ് ആക്ച്വലി ആ സീൻ അങ്ങനെ അന്ന് ഗോട്ടിലുണ്ടായിരുന്ന ആ ഒരു സീനിനെ നമ്മൾ ഇവിടെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കാണുന്ന പോലെ മര്യാദയ്ക്ക് തുപ്പാക്കി ഉപയോഗിക്കാൻ അറിയാത്ത ആപ്പാട് NIA മാത്രമാണ്. NIA എന്ന് പറയുമ്പോൾ നാഷണൽ ഇന്റലിജൻസ് ഏജൻസി അല്ലേ, അതല്ലേ എൻ്റെ ഫുൾ ഫോം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിനിമയിൽ അവരെ പോർട്രേ ചെയ്തിരിക്കുന്നത് വളരെ മണ്ടന്മാരായിട്ടാണ്. ആ ക്യാരക്ടറൊക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിജു മേനോനും, മലയാളത്തിൽ നിന്ന് ബിജു മേനോനും പിന്നെ ബിജു മേനോൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന വിക്രാന്താണ്. അപ്പോൾ അങ്ങനെ ഒരു ലോഡ് ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ അവരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ തന്നെ ഏറ്റവും മണ്ടൻ ഐഡിയാസും മണ്ടൻ തീരുമാനങ്ങളും എടുക്കുന്ന ക്യാരക്ടേഴ്സ് ഇവരാണ്. എപ്പോഴും സിനിമ കണ്ടുകൊണ്ടെങ്കിൽ നമ്മൾ ഇത് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളായിരിക്കും. ഒരു NIA ആണ് അവർ നോർമൽ പോലീസുകാരായിട്ടല്ല. ത്രൂ ഔട്ട് അവരുടെ ഹോൾ സ്റ്റോറി സെക്ഷൻ മൊത്തത്തിൽ മണ്ടത്തരങ്ങളാൽ നിറഞ്ഞത് നമുക്കിവരെ ഇന്റലിജൻസ് ഏജൻസി ആയിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. നോ ഇന്റലിജൻസ് ഏജൻസി എന്ന് പറയേണ്ട അവസ്ഥയാണ്. അതെ, അത് ഫസ്റ്റ് സീക്വൻസ് അതായത് തമിഴ്നാട്ടിലേക്ക് എന്തോ 8-9 കണ്ടെയ്നർ തോക്കുകൾ വരുന്നു എന്ന് പറയും. എന്നിട്ട് ഇവരിതിനെ നേരിടാൻ ശ്രമിക്കുന്നത് നേരെ ടോളിൽ വെച്ചാണ്. അതായത് ടോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്, സിവിലിയൻസ് ഒരുപാടുള്ള ഒരു സെക്ഷനാണ്. അവിടെ വെച്ചിട്ട് ഇവർ ഗൺ ഫയർ ഓപ്പൺ ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ച് നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. ആ സീക്വൻസിലെ വലിയ ലോജിക്കൽ മിസ്റ്റേക്ക്. പിന്നെ ഇപ്പം പറയുമ്പോൾ പടത്തിൽ ലോജിക്ക് മാറ്റി നിർത്തിയാൽ നല്ലത്. ലോജിക്ക് വേണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ എല്ലാ സിനിമയിലും ഒരു ലോജിക്ക് ഉണ്ടാവണം. അതെ, ആ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലോജിക്കുമായിട്ട് ബന്ധമുണ്ടോന്നില്ല. ആ സിനിമയ്ക്കകത്ത് തന്നെ ഒരു ലോജിക്ക് ഉണ്ടാവണം. സിനിമയ്ക്കകത്ത് നമ്മളൊരു ലോജിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ സൂപ്പർമാൻ്റെ അകത്ത് സൂപ്പർമാന് പറക്കാൻ കഴിയും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പടം കാണേണ്ടത്. അപ്പോൾ അതിനകത്ത് ആ ലോജിക്കും വർക്കാവാത്ത സീനുകൾ വരും എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് നാഷണൽ ഇന്റലിജൻസ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മളെന്താ ഇതെന്താണ് ഇത് ഇങ്ങനെയൊക്കെ എന്ന് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ആക്ഷൻ സീൻ തൊട്ട് ഇവർ ഈ സിവിലിയൻസിൻ്റെ ഇടയ്ക്കാണ് ഇവരൊക്കെ. പിന്നെ എപ്പോഴും ഇവരുടെ സീനുകൾ എപ്പോഴും വരുമ്പോഴത്തേക്ക് ഇവരെ മറ്റേ സ്റ്റേജ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഇപ്പം ലോറിയിൽ തന്നെ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്ന് വെടിവെക്കുന്ന പരിപാടിയില്ല, അത് ഈ പടത്തിൽ ത്രൂ ഔട്ടുണ്ട്. അതായത് ഒരാളിങ്ങനെ ഒളിച്ച് എന്തെങ്കിലും ഒരു ടാക്ടിക്സ് ഇല്ല ഇവർക്ക്. ഒരു ടാക്ടിക്കലി നമുക്ക് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. അപ്പം ബിജു മേനോൻ തോന്നുന്നു ട്രക്കിന്റെ ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ആവുന്നു, എല്ലാവരും മറ്റേ ആ ഗണ്ണ് ചെയ്തില്ലേ ആ പരിപാടി തന്നെ KGF ഫയർ ചെയ്യുന്ന സീക്വൻസ് ഉണ്ടല്ലോ, സെയിം അവിടെ വർക്കാവും. അത് ആ സീനാണ് ആ സീക്വൻസ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ. അതിന്റെ സ്റ്റേജ് നീ പറഞ്ഞാൽ KGF അത് അവരോട് മേളിൽ നിന്ന് താഴേക്ക് ഒരു വലിയ ടാക്ടിക്സ് കാണിക്കാനൊന്നുമില്ല. അത് മരുഭൂമി പോലത്തെ സ്ഥലമാണ്. അപ്പം ഇതിനകത്ത് പറഞ്ഞാൽ ഇപ്പം ഇത്രയും വണ്ടികൾ കിടപ്പുണ്ട്, ഈ 9 ട്രക്കേ ഉള്ളൂ, 9 ട്രക്കെല്ലാം നിർത്തിയിട്ടേക്കും. അപ്പം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു രസമുള്ള ഒരു സീക്വൻസ് അവിടെ പ്ലാൻ. പക്ഷേ എനിക്ക് ആ സീക്വൻസിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് എന്താ വെച്ചാൽ ഇവർ റിയൽ ആയിട്ട് ഈ ബ്ലാസ്റ്റ് വണ്ടി ഇടിക്കുന്ന പോർഷൻസ് ഇതെല്ലാം റിയൽ ആയിട്ട് ചെയ്തു. അതാണ് പുള്ളി എക്സൈറ്റ് ചെയ്ത സാധനം. അതിലേക്ക് ഇതൊക്കെ കൊണ്ട് ചേർത്തുന്നുള്ളതേ ഉള്ളൂ. അത് ആ കാര്യത്തിൽ കാരണം നമ്മൾ കുറേ നാളായിട്ട് സിനിമയിൽ ഇപ്പം കാറ് മറിക്കുന്ന ആളുകൾ ആക്സിഡന്റ് ഉണ്ടാക്കുന്നതും എല്ലാം നമ്മൾ CGI വെച്ച്
ഭയങ്കര പുള്ളിയുടെ തന്നെ പടങ്ങളിൽ കുറച്ച് ഉണ്ട് അതുകൊണ്ട് നെഗറ്റീവ് ഇത് വന്നിട്ടുണ്ട്. മറ്റേ മഹേഷ് ബാബുന്റെ ഒരു പടമല്ലായിരുന്നു സ്പൈഡർ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഭയങ്കര സീക്വൻസ് ഒക്കെ അതിനെല്ലാം. അപ്പോൾ അതും ഈ പുള്ളി പറയുന്നത് സ്പൈഡർ മഹേഷ് ബാബുവിനെ കൊണ്ട് റിയൽ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ക്രൗഡ് കൺട്രോളിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പടത്തിൽ ഇവർ ആ സീക്വൻസ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഇവർ എക്സ്പ്ലോഷൻ ആയാലും ശരി, ആക്സിഡൻറ്റ്, കാർ ജമ്പ് തുടങ്ങിയ എല്ലാം മാക്സിമം അവർ റിയലായിട്ടാണ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ കൈയടിക്കുന്നു. കാര്യം അത് പേഴ്സണലി പ്രൊമോട്ടും ചെയ്യുന്നുണ്ട് സിനിമ. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഇറക്കി അവർ നല്ല രീതിയിൽ അതിനെ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ആക്ഷൻ കൊറിയോഗ്രാഫി ഹാൻഡിൽ ചെയ്യുന്ന കെവിൻ കുമാർ എന്ന് പറഞ്ഞ സ്റ്റണ്ട് മാസ്റ്റർ. കെവിൻ കുമാർ യങ്ങാണ്. അദ്ദേഹം സ്റ്റണ്ട് ശിവ എന്ന് പറഞ്ഞ ഫൈറ്റ് കൊറിയോഗ്രാഫറുടെ മകനാണ്. പുള്ളിയാണ് സിക്കന്ദറിലൊക്കെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. കെവിൻ കുമാറിൻ്റെ ഇൻസ്റ്റ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പ്രീവ്യൂസ് ഒക്കെ കാണാം. ഈ പല പടത്തിൻ്റെ പ്രീവ്യൂസും റിഹേഴ്സൽ ചെയ്ത വീഡിയോസ് എല്ലാം പുള്ളിയുടെ ഇൻസ്റ്റയിൽ അവൈലബിളാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ വീഡിയോസ് എടുത്ത് കാണാം. അപ്പോൾ ബേസിക്കലി പുള്ളിയുടെ റിഹേഴ്സൽ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് റിയൽ ഫൈനൽ ഔട്ട്പുട്ടിനേക്കാളും. അത് എപ്പോഴും കാരണം പൊതുവെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ട്രെയിൻഡ് ആയതുകൊണ്ടും പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ആക്ഷൻ കുറച്ച് പരിപാടി ചെയ്തപ്പോഴും നമുക്കൊരു ഡിസ്കണക്ട് ഉണ്ടാവില്ല. ഇത് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതൊരു ബേസിക് ക്യാമറമാൻ്റെ ഒരു പ്രശ്നവും കാണും. ബട്ട് അവർ കൂടുതൽ ഈ ആക്ഷൻ സാധനങ്ങൾ കാണുന്നുണ്ട്, അവരത് കവർ ചെയ്യുന്ന വേറെ രീതിയായിരിക്കും. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഡിസ്കണക്ട്. എപ്പോഴും നമ്മൾ പ്രീവിയസിൻ്റെ അത്രയും ഗംഭീരമായിട്ട് ചിലപ്പോൾ ഫൈനൽ വരത്തില്ല. അപ്പോൾ ഈ സിനിമയുടെ ആക്ഷൻ ഏരിയക്കപ്പുറത്തേക്ക് ഈ സിനിമയിൽ ആക്ഷൻ ഉണ്ടാവാനുള്ള റീസൺ തന്നെ എന്താ പറയുക, ഒരു റൊമാൻറ്റിക് ആംഗിളിൽ നിന്ന് മാലതി. ഈ സിനിമയുടെ പേഴ്സണലി രുക്മിണി വസന്ത് എന്ന് പറയുന്ന ആക്ട്രസ് അല്ലെങ്കിൽ പുള്ളിക്കാരി സ്ക്രീനിൽ വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ അടിപൊളിയാണ്. അതാണ് നമ്മുടെ പ്ലോട്ട്. അതുകൊണ്ട് തന്നെ പുള്ളി വന്നപ്പോൾ നമ്മൾ ആസ്വദിച്ചു. പക്ഷേ ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത ഇന്ന് ഈ ഡാംസെൽ ഡിസ്ട്രസ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് എഴുതാറില്ല പൊതുവെ. അതെ, എഴുതാറില്ല എന്ന് പറയാൻ പറ്റില്ല. തെലുങ്കിൽ അതുകൊണ്ട് വേണമെങ്കിൽ നൊസ്റ്റാൾജിയ അടിക്കാൻ കുറച്ച് പേർക്ക്. അതെ, ഇത് പഴയ എനിക്ക് സിനിമയാണോ എനിക്ക് തോന്നുന്നു കുറച്ചിട്ട് 10-12 വർഷം മുമ്പ് തമിഴ് സിനിമകൾ കണ്ടാൽ അന്ന് തമിഴ് സിനിമയിലുള്ള ഒരു ഹീറോ പടം ഉണ്ടല്ലോ, അതെ ആ സിനിമയുടെ ഒരു മൂഡാണ് ഈ സിനിമയ്ക്ക്. എനിക്ക് ഒരു കഴിവില്ല, എന്നെ രക്ഷിക്കൂ നായകൻ വരാതെ സ്വന്തമായി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാനോ രക്ഷപ്പെടാനോ ശ്രമിക്കാത്ത ഒരു നായിക. ക്ലൈമാക്സിൽ ചുറ്റും തീയാണ്. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, അവളിങ്ങനെ നായകൻ അവിടെ നിന്ന് ഇറങ്ങി ചെന്ന് തീയിൽ നിന്ന് നായിക കൊണ്ട് ഒന്നുമില്ല. നായകൻ ഒരു പാട്ടം മാറ്റുമ്പോഴത്തേക്ക് ഇവർക്ക് ഇറങ്ങിപ്പോ ഈ പാട്ടം നായികയ്ക്ക് മാറ്റാം, നോ പ്രോബ്ലം. പക്ഷേ അത് ചെയ്യാൻ തിരക്കഥാകൃത്തും ഡയറക്ടർ സമ്മതിക്കില്ല. തിരക്കഥാകൃത്ത് സമ്മതിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് നായിക അത് മാറ്റാൻ പറ്റും, പക്ഷെ തിരക്കഥാകൃത്ത് സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് അവരുടെ റൊമാൻറ്റിക് പോർഷൻസ് കംപ്ലീറ്റ്ലി നമുക്ക് അത് വർക്കല്ല. അത് വർക്കായ ഒരു വലിയ കൂട്ടം ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലും ഉണ്ടാവാം. പക്ഷേ തമിഴ്നാട്ടിലെ ഒരുപാട് പേരെ ബട്ട് അതിന്റെ കോർ ഐഡിയ എനിക്ക് വർക്കായ, അതായത് എന്തുവായിരുന്നു പറയുന്നത് ചേട്ടാ, ഈ മുരുകദാസിന് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ പുള്ളിയുടെ കയ്യിലൊരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ഈ ഐഡിയയുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഔട്ട്പുട്ട് അല്ല നമ്മൾ കാണുന്നത്. അതാണ് എപ്പോഴും പുള്ളി സംഭവം. അതിന്റെ പുറത്ത് എഴുതി ഇത് മറഞ്ഞു. മെയിൻ ഐഡിയ മറിഞ്ഞ് അതിന്റെ പുറത്ത് മൊത്തം ഇങ്ങനെ എല്ലാ എലമെന്റും ആഡ് ചെയ്ത് ഇത് ഐഡിയ ഇല്ലാണ്ടായി പോകുന്നത്. ഇതിന്റെ കോർ 5 ഐഡിയ എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇവന് ഭയങ്കര ആനിമൽ ഇൻസ്റ്റിങ്സ് ആണ്. അതാണ് ഭയങ്കര ഡിലൂഷൻ. അങ്ങനെയാണ് ഇവന്റെ കണ്ടീഷനെ പറ്റി പറയുന്നത്. ഇവന്റെ കണ്ടീഷൻ വരും മൃഗത്തെ പോലെയാണ്. ബട്ട് ഇവന്റെ കണ്ടീഷൻ പീക്ക് ആവുമ്പോൾ ഇവനൊരു മൃഗത്തെ ഭയങ്കര ഇൻസ്റ്റിങ്സും ഭയങ്കര സ്ട്രെങ്തും ഒക്കെയാണ്. പക്ഷേ ഈ ലവ് വരുമ്പോൾ ഇവൻ വളരെ നോർമലാവും. എന്നിട്ട് ഇവര് പടത്തിൽ വളരെ മിനിമലായിട്ട് ഈ നോർമൽസിയെയും അബ്നോർമലാണ് ശരിക്കും നോർമൽ എന്നൊക്കെയുള്ള ലൈനിൽ കുറച്ച് ഇത് എസ്റ്റാബ്ലിഷിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇടയ്ക്കൊക്കെ അവിടെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ആ സ്ഥിര പരിപാടിയില്ല, ഡോക്ടർ വന്നിട്ട് ഇത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തൊരു അതിൽ ഭയങ്കര ചിരി വന്നൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ച്വലി ഈ നായകൻ ഇങ്ങനെ പ്രണയത്തിന് ശേഷം അവൻ്റെ ഈ ഡിലൂഷൻ അതിങ്ങനെ പയ്യെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അവൻ കുറച്ചുകൂടി നോർമലാവുക. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത ഇവന് അത് അവൻ്റെ കണ്ടീഷനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞാലേ നമുക്കത് എസ്റ്റാബ്ലിഷ് പറ്റും. അപ്പോൾ ആക്ച്വലി ഗോൾഡ് ഡിലൂഷനുള്ള ഈ ക്യാരക്ടറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം ഇവൻ മുള്ളാൻ പോയപ്പോഴത്തേക്കും ഫാമിലി മൊത്തം ഈ പറഞ്ഞ പോലെ ഒരു ഫയർ ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ അവരെ ശേഷം രക്ഷിക്കാൻ പറ്റുകയോ ഒന്നും ചെയ്യാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ അത് കണ്ടു നിന്നതിൻ്റെ ഒരു വലിയ ട്രോമ പുള്ളിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെടുന്ന കണ്ടാലും ഇവനവരെ രക്ഷിക്കാൻ ശ്രമിക്കും. കാരണം ഇവരുടെ എല്ലാവരുടെ ഫേസ് ഇവന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ആ സീക്വൻസ് അവര് രസമായിട്ട് കുറച്ച് VFX ഒക്കെ ചെയ്ത് അത് കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവന്, അതായത് അവള് പറയുന്ന പോലെ തന്നെ എല്ലാവരെയും ഇവന്റെ ഫാമിലി ആയിട്ടാണ് കണക്കാക്കുന്നത്. ആരെന്ത് അപകടത്തിൽപ്പെട്ടാലും പോയി രക്ഷപ്പെടുത്തും. അതാണ് അവന്റെ ട്രോമ. ഇത് ആക്ച്വലി ഈ സിനിമയിൽ ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള ഒരാൾ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് കാലാകാലങ്ങളായി തമിഴ് സിനിമകളിൽ ഇത് കോമൺ ആണ്.
എല്ലാ നായകന്മാർക്കും ഈ കണ്ടീഷൻ നായകന്മാർക്കും ഈ കണ്ടീഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഫ്രെഗോളി ഡെലൂഷൻ എന്നൊരു പേരിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അതെ പക്ഷേ ഇവിടെ ഇങ്ങനെ പ്രോപ്പറായിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമമാണ്. അതെ അത് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എല്ലാ സിനിമകളിലും ഇങ്ങനെ ഒരു സീൻ റിവീൽ ചെയ്യുന്ന ഒരു ഡോക്ടറായിരിക്കും. അതെ, അത് ആ ട്രോപ്പ് അത് കുറച്ചധികം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇൻക്ലൂഡിങ് അന്യൻ, അപ്പം നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഭയങ്കര രസകരമായ ഒരു പടത്തിൽ പോലും അതൊരു ഡോക്ടറാണ് ഇത് കംപ്ലീറ്റ് നായികയോട് എക്സ്പ്ലെയിൻ ചെയ്യും. പറഞ്ഞു കൊടുക്കും നീ പറഞ്ഞു കൊടുക്കണം. അതല്ല, അത് വേറൊരു സാധനം, നമുക്ക് പുതുമയുള്ളൊരു സാധനം ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴേ അതിൻ്റെ ഒരു വഴി ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു വഴിയില്ല. നമ്മോട് വെച്ചാലും ഡോക്ടർ റിവീൽ ചെയ്യണം. അതെ, നമ്മളിരുന്ന് ആലോചിക്കണം. ഈ ഡോക്ടർ ഒരുപാട് കണ്ടു, നമുക്ക് പുതിയതായിട്ട് എങ്ങനെയാണ് ഓഡിയൻസിനെ നമുക്ക് കൺവേ ചെയ്യാം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്കും നമുക്കൊരു 5 ഇൻഫർമേഷൻ ഓഡിയൻസിൽ എത്തിച്ചാലേ 6ാമത്തെ സീൻ തൊട്ട് അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷേ ഈ 5 ഇൻഫർമേഷൻ പടം തുടങ്ങുമ്പോൾ എങ്ങനെ ഇത് പറയും എന്നുള്ള സാധനം നമ്മൾ ആലോചിച്ചാൽ നല്ല രസകരമായ കുറേ സീരീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം അവരെ ഇൻഫർമേഷൻ എങ്ങനെ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ രസം. അത് നല്ല രസകരമായ സീനിൽ സെറ്റ് ചെയ്യാം. അതായത് രണ്ടുപേരുള്ള കോൺവെർസേഷനിലോ വേറെ പല രീതിയിൽ സെറ്റ് ചെയ്യാം. ഒരു കോൺവെർസേഷൻ ഇല്ലാത്ത സീനിലും അതെ, ഇതിപ്പം പക്ഷേ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് ഈ ഇതാണ് അസുഖത്തിൻ്റെ പേര്, എക്സ്പോസിഷൻ എന്ന് പറയും. അത് കടന്നു കഴിഞ്ഞാലേ നമുക്ക് രസകരമായ സംഭവത്തിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ അടിച്ചുവിടേണ്ട സാധനമാണ്. പക്ഷെ ആ എക്സ്പോസിഷൻ സീൻ തന്നെ എടുത്ത് ഗംഭീരമാക്കുന്ന, അതായത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീൻ കുഴപ്പമില്ല, ഇത് പാസ്സായി പോട്ടെ, അടുത്ത സീൻ വർക്കാവും നിങ്ങൾക്ക്. ഇതായിരിക്കാം മെന്റാലിറ്റി. അതെ, മെന്റാലിറ്റി അതാണ്. കാണുന്ന ഓഡിയൻസിൽ ഒരുപാട് പേർക്ക് ആൾക്കാർക്ക് എടാ അത് കുഴപ്പമില്ല, അതിനകത്തോട് ഇൻഫർമേഷൻ കിട്ടി, നമുക്ക് അടുത്ത സീൻ വർക്കാണല്ലോ. അങ്ങനെയല്ല, ആൻഡ് എവറി സീൻ എവറി ഷോട്ട് നമ്മൾ അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് പടത്തിനകത്ത് ത്രൂ ഔട്ട് എക്സ്പോസിഷനാണ്. പക്ഷെ ആ എക്സ്പോസിഷൻ സീനുകളെ ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഓർമ്മ വരുന്ന മറ്റേ ആ ഒരു കഫേലിരിക്കുമ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്ന ഒരു സീനില്ലേ, ആ കഫേ സീൻ ഒരു എക്സ്പോസിഷൻ സീനാണ്. പക്ഷെ അത് എങ്ങനെ എക്സൈറ്റിംഗ് ആക്കാമെന്ന് ആലോചിക്കുമ്പോഴേ ആ സാധനങ്ങളൊക്കെ വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഡ്രീമിലാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആണ് എന്ന് അവർ പറഞ്ഞ് അത് തീർക്കാൻ വേണമെങ്കിൽ, പക്ഷെ അങ്ങനെയല്ല അത് എൻഡ് ചെയ്തേക്കുന്നത്. അപ്പം എക്സ്പോസിഷൻ സീൻ എങ്ങനെ ഗംഭീരമാക്കാം. എനിക്ക് ആക്ച്വലി ഈ അടുത്തിടയ്ക്ക് നമ്മുടെ പടക്കളം സിനിമയിലെ പടക്കളം ചേട്ടൻ കണ്ടില്ലെന്നു അല്ലേ? പടക്കളം സിനിമയിൽ ഒരു രസകരമായ സംഭവം, അതായത് അതിനകത്ത് അതിലിവർ കളിക്കുന്ന ആ ഒരു ഗെയിമിനെ പറ്റിയും ഇതിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. ഇതിൻ്റെ ഗെയിമിന് റൂൾ എന്താണ്, ഇതെങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത്, ഇത് കളിച്ചാൽ എന്ത് സംഭവിക്കും. ഇപ്പം അതിനകത്ത് ആക്ച്വലി നമ്മുടെ ഒരാളുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു ഈ ഗെയിം വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അത് കോളേജ് സ്റ്റുഡൻസ് ആണ് അത് ചെയ്യുന്നത്. ഇവർക്ക് അത് ത്രൂ ഡയലോഗ്സിലൂടെ ചെയ്യാനുള്ള ഓപ്ഷനേ ഇവരുടെ കയ്യിലുള്ളൂ. പക്ഷേ അതിനെ ഇവർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ തുടങ്ങി കോൺവെർസേഷൻ തീരുക, പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരിയ്ക്കുന്ന ലൊക്കേഷൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇവരിതിങ്ങനെ പല സ്ഥലത്ത് വെച്ച് പല ആംഗിളിൽ ഇതിങ്ങനെ മൾട്ടിപ്പിൾ ടൈമിലായിട്ട് ഇവരിങ്ങനെ പറയുക, ഈ കഥ മൊത്തം പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫീൽ അല്ലാതെ, അപ്പോൾ അതിനെല്ലാത്തിനും ഓരോ സെറ്റിങ്ങാണ്. അത് നമ്മൾ പാട്ടിലൊരു 5 സെറ്റപ്പ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഒരു സോങ് എടുക്കാൻ വേണ്ടി, അതേപോലെ ഇവർ ഈ ഒരു എക്സ്പോസിഷന് വേണ്ടി ഒരു 5-6 സെറ്റിങ്ങിന് മുകളിൽ എടുത്തിട്ടാണ് ഈ കഥ. പക്ഷേ ഇത് നമ്മളിത് കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ ഒരാളിങ്ങനെ നരേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ അതിനെ വിഷ്വലി അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്. അപ്പോൾ ഈ ഓരോ സെറ്റിങ്ങിനും ആ സെറ്റപ്പ് നല്ല രസമൊക്കെയാണ്. അതിങ്ങനെ ചുമ്മാ ഇവർ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുന്ന പോലെ അതിന് പല സെറ്റിംഗ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ അത് കൊള്ളാം. പിന്നെ ഈ അടുത്തിടയ്ക്ക് വന്നൊരു ട്രെൻഡ് ഈ പറയുന്ന പോലെ ആനിമേഷൻ യൂസ് ചെയ്യും. ഇപ്പോൾ ലോകത്താണെങ്കിലും അതിനകത്ത് ഒരു ആനിമേഷൻ രൂപേണയാണ് അതിൻ്റെ ആ എക്സ്പോസിഷൻ സീനൊക്കെ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ അത് മറ്റേ ബ്ലാക്ക് പാന്തറിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവിടെയൊക്കെയാണ് ബ്ലാക്ക് പാന്തർ, പിന്നെ നമ്മുടെ വണ്ടർ വുമൺ, ഇതിനകത്തൊക്കെ ആ ഒരു ട്രെൻഡിലായി അവർ. ഈ ആനിമേഷൻ്റെ സംഭവം നമ്മളിവിടെ ഒരുപാട് നമ്മളിവിടെ യൂസ് ചെയ്ത് തുടങ്ങി. കുറച്ചധികം പടത്തിൽ അതും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും പുതുവ അപ്പോൾ ഇങ്ങനെ ഡോക്ടർ ആക്ച്വലി നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫ്രെഗോളി ഡെലൂഷനെ പറ്റി, നായകൻ്റെ ആനിമൽ ഇൻസ്റ്റിനെ പറ്റി. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും അപകടത്തിൽ പെടുന്ന കണ്ടു കഴിഞ്ഞാൽ നായകൻ അവരെ രക്ഷിക്കും, അവരുടെ സ്വന്തം ഫാമിലിയാണെന്നുള്ള ലൈനിൽ. സോ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നായകൻ പ്രണയത്തിലായതിനു ശേഷം നായകൻ ഈ ഒരു അസുഖം ഉള്ളതുകൊണ്ടാണ് നായകൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നായികയ്ക്കും ഫാമിലിയെ ആ നായികയിലേക്ക് ചുരുക്കി. അപ്പോൾ നായികയ്ക്കും ഇവൻ്റെ ഈ സ്വഭാവം നായികയ്ക്ക് ഇഷ്ടമാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വൈബിൽ നായികയ്ക്കും ഒരു ഡ്രോമയുണ്ട്. നായികയുടെ അച്ഛനും ബ്രദറും കൊല്ലപ്പെട്ടത് ആരും രക്ഷിക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ ഈ ചെയ്യുന്നതിനെ നായികയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവൻ ഈ പ്രണയത്തിലൂടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജ്വലി ഇവൻ ഈ നോർമലായി തുടങ്ങും. അപ്പോൾ നോർമലായി തുടങ്ങുമ്പോൾ ഇവൻ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടാൽ അതിൽ ഇടപെടാതെ സാധാരണ ആൾക്കാർ നോക്കി നിൽക്കും എന്നുള്ള സിറ്റുവേഷനിലേക്ക് കാണുമ്പോൾ അത് വേണ്ട. നായിക അങ്ങനെ ഞാൻ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇവനിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവനിൽ നിന്ന്
അകന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് നായിക പോകും. അതിനുശേഷം നമ്മുടെ നായകൻ ലവ് ഫെയിലിയറിൽ പാട്ട് പാടി ഡാൻസ് കളിച്ച് ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് ബിജു അങ്ങനെ ആത്മഹത്യ ശ്രമിക്കാൻ വേണ്ടി ഒരിക്കൽ ഇവൻ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ താഴേക്ക് ചാടുന്നു. അല്ല, ഇവൻ ആത്മഹത്യ, അതും ഒരു നല്ല സാധനം. പക്ഷെ അത് പടത്തി വരുമ്പം, അതായത് ആത്മഹത്യാ ശ്രമമുള്ള നായകനും അതായത് ഒരു സൂയിസൈഡ് മിഷൻ ആളെ തപ്പിക്കൊണ്ടിരിക്കുന്ന ബിജു മേനോനും തപ്പി കണ്ടുമുട്ടുകയാണ്. അല്ല, ഇത് പേഴ്സണലി നമ്മൾ ആലോചിച്ച് നോക്കുന്ന ഈ ഐഡിയാസ് രണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊരു ആക്ഷൻ പടത്തിന് പറ്റിയ ഐഡിയ ആണ്. പക്ഷെ ആ ഐഡിയ നമ്മുടെ പോയി പ്രസന്റ് ചെയ്യപ്പെടുന്ന രീതികൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒരു ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന് തോന്നും. പക്ഷേ ഈ ഐഡിയ പരം ചിന്തിച്ചാൽ നല്ല 2 ഐഡിയാസ് ആണ് ഇത്. പക്ഷേ ഇതിന്റെ അതെ, ശിവകാർത്തികന്റെ ടോൺ അവർ സെറ്റ് ചെയ്ത് ഭയങ്കര തമാശ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഭയങ്കര ലൈറ്റ് ആയിട്ട്. അപ്പം നമ്മളിത് ബിജുമേനൻ ഭയങ്കര സീരിയസ് ആയിട്ട് മിഷൻ മോഡാണ് ബിജുമേനൻ ഫുൾ. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇതുപോലെ ഒരാളെ എങ്ങനെ ഇങ്ങനെ പരിപാടിക്ക് പറഞ്ഞു വിടും. ഇവനും ആക്ച്വലി ഇവന് ഇങ്ങനെ ഒരു ട്രെയിനിങ്ങോ ഒന്നുമില്ലാതെ പുള്ളിക്ക് ഒരു മെന്റൽ ഇഷ്യൂ ഉള്ള ഒരാളാണ്. മെന്റൽ ഇഷ്യൂ ഉള്ള ആളാണെന്ന് ഇവർക്ക് ഇനിഷ്യലി അറിയത്തില്ല. പക്ഷെ അറിഞ്ഞതിന് ശേഷം അവർക്ക് പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. അറിഞ്ഞതിന് ശേഷം എന്നാൽ കുഴപ്പമില്ല, പിന്നെ 2 എണ്ണമായില്ലേ. ബിജുമേനൻ പറയുന്നല്ലേ, എന്നെ ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം ബുദ്ധി കൊണ്ടാണ്. അതെ, അത് ഏറ്റവും കൂടി ചിരിച്ച സീനുകളാണ്. അങ്ങനെ അത് റിപ്പീറ്റ് ആവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാതെ. അത് കേൾക്കുമ്പോൾ എടാ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളൊന്നും ചെയ്യുന്നില്ല. എപ്പോഴും ഒരു മേശപ്പുറത്ത് കുറേ സാധനം പറയുന്നത് ചക്ക ഇട്ടും വെളിയെത്തും എന്ന് പറയുന്നത്. പേപ്പർ നിർത്തി വെച്ച് ബിജുമേനൻ ഒരു പേപ്പർ എടുത്തിട്ട് ഓഹോ ഇതാണല്ലോ സംഭവിക്കുന്നത് എല്ലാം. പിന്നെ ഈ പ്രെഡിക്റ്റബിലിറ്റി നമുക്കറിയാം, ഇതിങ്ങനെ എങ്ങോട്ടാണ് പോകണതെന്ന് നമുക്ക് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ വില്ലന്മാരുടെ, അതായത് ഈ എനിക്ക് തോന്നുന്നു മുരുകദാസിന്റെ സിനിമകളിൽ വില്ലന്റെ റൈറ്റിംഗ് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എക്സെൻട്രിക് ആയിരിക്കും. പക്ഷെ എന്നാലും വില്ലന്മാർ പേഴ്സണലി എനിക്ക് പുള്ളിയുടെ പടങ്ങളിൽ കുറച്ച് രസകരമായിരുന്നു. ഇപ്പോൾ നമ്മൾ 7-ാം വാരം എടുത്താൽ അതിലെ ക്യാരക്ടർ ഡോങ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതുപോലെ തുപ്പാക്കിയിലെ വിദ്യുത് ജമാൽ, സ്പൈഡറിലെ S.J. സൂര്യ. ആ സിനിമ പരാജയപ്പെട്ടു പോയാലും ഇന്നും ആൾക്കാർ S.J. സൂര്യയുടെ ക്യാരക്ടറിനെ പറ്റി ആരും മറക്കത്തില്ല. കാര്യം അത്ര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ആ വിഗും മറക്കത്തില്ല. അതിലെ മറ്റേ സാധനം അന്തസത്തം, അതൊക്കെ പീക്ക് ആയിട്ട് വഞ്ഞ അത്രയും നല്ല. പക്ഷേ ഇതിനകത്ത് എന്തോ അത്രയും എനിക്ക് തോന്നിയില്ല. അല്ല, ഇതിനകത്ത് വില്ലന്മാരുടെ റൈറ്റിംഗ് വളരെ ബേസിക് സാധനം. അപ്പം നമ്മൾ ഈ പുള്ളിയുടെ ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഈ വില്ലൻ്റെ ചിറാഗ് എന്ന് പറഞ്ഞ വില്ലൻ, അതായത് നമ്മുടെ ഷബീർ കളരി, പുള്ളിയുടെ കൈയില്ലേ, ഇടത് കൈ, അതൊരു അയൺ ഇതാണ് റീപ്ലേസ് ചെയ്തിരിക്കുക. അത് കൈ മുറിഞ്ഞു പോയിട്ട് കയ്യിലൊരു അല്ലല്ല പടത്തിൽ അങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റോറി ഉണ്ട്. ഈ സ്റ്റോറി നമുക്കും അറിയത്തില്ല, പടത്തിലും പറയുന്നില്ല, പുള്ളി അത് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോറി കേട്ടപ്പോൾ എടാ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, പക്ഷെ പടത്തിൽ ഇതില്ലല്ലോ. പടത്തിൽ നമ്മളിവരെ കാണുമ്പോൾ പോലെ കയ്യിൽ ഇതുണ്ട്, ഇൻട്രസ്റ്റിംഗ് അല്ല, പടത്തിൽ ഈ സാധനം ഇല്ല. അപ്പം നമ്മൾ ആലോചിച്ചു എടാ ഇതൊക്കെ വെക്കുമ്പോഴല്ലേ നമുക്ക് ഇവരെ പറ്റി ഈ ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇവർ രണ്ടുപേരും ഭയങ്കര ബോണ്ടിങ്. അതും എസ്റ്റാബ്ലിഷ് ആയില്ല. ഇപ്പം ഈ പുള്ളി പറഞ്ഞ ഈ ഒരു സീൻ ഈ പടത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സീനെ പറ്റി എവിടെയെങ്കിലും മെൻഷൻ ചെയ്താൽ തന്നെ നമുക്ക് ഓക്കെ ഇവരുടെ ബോണ്ടിങ്ങിനെ പറ്റി അറിയാം. അതായത് പുള്ളി പറഞ്ഞ കഥയിൽ ഇവർ പോലീസുകാരുടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും പാസ്റ്റിൽ ഈ 2 പേരുടെ കയ്യിൽ വിലം കെട്ടിട്ടുണ്ട്. ഈ വിലം കെട്ടി ഇവർ ജമ്പ് ചെയ്യുമ്പോൾ സ്ഥലത്ത് ഇവർ ഹാങ് ആകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം കൈ മുറിച്ച് വിടും. മനസ്സിലായോ? പോലീസ് പിടിക്കുമ്പോൾ സ്വന്തം കൈ മുറിച്ച് മറ്റൊരു വിദ്യുത് ജമാലിനെ സേഫ് ആക്കുന്നതാണ് ഈ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ അത്ര ബോണ്ടിങ് ആണ്. സ്വന്തം കൈ കൊടുത്തിട്ട് സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്ന ഒരു ആളായിട്ടാണ്. അപ്പോൾ അത്രയും ബോണ്ടിങ് ഉള്ളൊരു. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ മരിക്കുമ്പോൾ മറ്റേ ആൾ ഭയങ്കര ഇമോഷണൽ ആകുന്ന കാണിക്കുന്നുണ്ട്. ബട്ട് വൈ എന്ന് നമുക്കറിയത്തില്ല. അത് അവരുടെ എന്തെങ്കിലും കാര്യമായിരിക്കും. ഈ സ്റ്റോറി ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റോറി മുരുകദാസ് ആക്ച്വലി ഒരു ഇൻ്റർവ്യൂലാണ് പറയുന്നത്, പടത്തിലില്ല. ഇതൊക്കെ വെച്ച് പടം തുടങ്ങുക, അല്ലെങ്കിൽ പടത്തിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ടെങ്കിൽ നമുക്ക് വില്ലന്മാർ വളരെ സ്ട്രോങ് ആണ്, 2 പേരുണ്ട് എന്നൊക്കെ നമുക്കിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇവരെ എങ്ങനെ നായകൻ, അങ്ങനെയൊക്കെ ആക്ഷൻ പടത്തിന് ബേസിക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളാണ്. പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെയാണ് ഈ പടം ഭയങ്കരമായിട്ട് ലാക്കാവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ മാലതി. ഈ സിനിമയിൽ ഇങ്ങനെ മാലതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മാലതിയെ തൊട്ടോനെ തട്ടും എന്നുള്ള മൈൻഡ് സെറ്റിലുള്ളൊരു ക്യാരക്ടറാണ്. അതിങ്ങനെ ഒരു 10ാമത്തെ തവണ റിപ്പീറ്റ് ആകുമ്പോഴേ മാലതി 10ാമത്തെ തവണ അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് ബോറടിക്കും. അതായത് കുറേ നേരമായി ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇവരുടെ എന്തുകൊണ്ടാണ് ഇവൻ മാലതിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ലൈഫിൽ ആ ഒരു പുള്ളി അത് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സീനുണ്ട്. ആ എർത്ത് ക്യൂക്ക് സീൻ ഉണ്ടല്ലോ, ആ സീനാണ് പുള്ളി ഉദ്ദേശിച്ച്. ആ സീനിലൂടെയാണ് പുള്ളി അത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് അതിൻ്റെ ഈ പറഞ്ഞ പോലെ സ്റ്റേജിങ്ങും അത് നമ്മുടെ പ്ലേസിലേക്ക് വരുന്നതും ഭയങ്കര ക്വിക്കായിട്ട് നമ്മൾ
ഭയങ്കര റാൻഡമായിട്ടൊരു സാധനം വരിക. അത് ഇതിവിടെ കിടക്കട്ടെ വേണേ എടുത്തോ എന്നുള്ള സെറ്റപ്പിലാണ് സീനുകളൊക്കെ ഇട്ടു പോകുന്നത്. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ മാലതി എന്ന് പറയുന്ന ആള് ഇപ്പം ഫാമിലിയോ ആരും ഇല്ലാതെ ഒറ്റക്കുള്ള നമ്മുടെ SKയുടെ ക്യാരക്ടറിനോട് മാലതിക്ക് വേണ്ടി എന്തുകൊണ്ട് പുള്ളി ഏതറ്റം വരെയും പോകും എന്ന് ചോദിച്ചാൽ ഇവൻ്റെ ഫാമിലി എന്ന് പറയുന്നത് മാലതിയാണ്. അപ്പോൾ അത് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു സീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പെട്ടെന്ന് ഒരു വർക്ക് ചെയ്യുന്ന അവിടെ ഒരു എർക്യൂക്ക് ഉണ്ടാവുകയും എല്ലാവരും കെട്ടിടത്തിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ താഴെ ഇറങ്ങി എല്ലാവരും ഒരേപോലെ വീട്ടിലേക്ക് വിളിച്ച് അവരുടെ ഏറ്റവും അടുത്ത ആൾക്കാരോട് സംസാരിക്കും. അപ്പോൾ ഈ സമയത്ത് നോക്കുമ്പോൾ SK ഒഴിച്ച് ബാക്കി എല്ലാവരും ചുറ്റും നിന്ന് ഫോൺ വിളിക്കുക. അപ്പോൾ SKക്ക് വിളിക്കാൻ ആരുമില്ല. ഉടനെ പുള്ളി ഫോൺ എടുത്തിട്ട് ചുമ്മാ പുള്ളി അഭിനയിക്കുക എല്ലാവരുടെ മുമ്പിൽ. അമ്മ എപ്പോഴും ഇരിക്കും അപ്പം എന്ന് പറഞ്ഞ് അഭിനയിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും സിഗ്നൽ കട്ടാവും. എല്ലാവരും നോക്കുമ്പോൾ SK മാത്രം സംസാരിക്കും. ആ സീനിൽ SK എല്ലാവരും കളിയാക്കും. ഈ കളിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റാൻഡമായിട്ട് രുക്മിണി വസന്ത് ഓടി വന്നിട്ട് അല്ല ആ സാധനം ക്രൗഡ് മെന്റാലിറ്റി എല്ലാവരും കളിയാക്കുന്നു. ഇപ്പോൾ ഒരുത്തനൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവരും ഒരേപോലെ ഫോൺ എടുത്ത് എല്ലാവരും ഒരേപോലെ അപ്പൊ അത് ഭയങ്കര മോശം അങ്ങനെ പറയുന്നില്ല. എന്നാലും അതൊക്കെ കാണുമ്പോഴേ എന്താ ഇച്ചിരി നമ്മളിപ്പോൾ ഒരു ക്രൗഡിൽ എപ്പോഴും 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? അത് നമുക്ക് എല്ലാവർക്കും അങ്ങ് മനസ്സിലായി ഇത് കട്ടായി എല്ലാവരുടെയും അങ്ങനെയൊക്കെ നമുക്കൊരു ബിലീവബിലിറ്റി ആ സീനില്ല. അതുകൊണ്ട് തന്നെ അവര് കൺവിക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ സീൻ പുഷ് ചെയ്യുന്ന ഇമോഷൻ നമ്മളിലേക്ക് എത്തില്ല. അതൊക്കെ നമുക്കത് മനസ്സിലായി. ഈ ഐഡിയ ഓക്കെ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ നല്ല ഒരു അവതരണം അല്ലാത്തതുകൊണ്ടാണ് അത് വർക്ക് ആവാത്തത് കംപ്ലീറ്റ്ലി. പുള്ളി തന്നെ ഗംഭീരമായിട്ട് ഇതൊക്കെ വേറെ പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പല സാധനങ്ങൾ ചെറിയ പരിപാടികൾ വെച്ചിട്ട് തന്നെ ഇമോഷനിലൊക്കെ വർക്ക് ചെയ്തിട്ട ആളാണ്. അതുകൊണ്ടാണ് ഇത് AR മുരുകദാസിന്റെ കംബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് കംപ്ലീറ്റ്ലി പറയാം. പുള്ളിയുടെ ഐഡിയാസ് ഉണ്ട്. പുള്ളിയുടെ കയ്യിൽ എനിക്ക് പേഴ്സണലി സിക്കന്ദറിന്റെ ഐഡിയ ഉണ്ടല്ലോ, സിക്കന്ദർ അതിന്റെ ഒരു നല്ല വർഷം ഉണ്ടാക്കിയാൽ കാണണമെന്ന് തോന്നുന്നുണ്ട്. കാര്യം ഇനിയിപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. അത് അതാരും ചെയ്തിട്ടില്ല, അതാരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇനിയാണെങ്കിലും ആ പടം എടുക്കാം. അല്ല, സിക്കന്ദർ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. അവിടെയും പ്രശ്നമില്ല. ആ പടത്തിലും എന്താ എലമെന്റ് എന്നറിയാം, ഈ നായകനും നായികയും തമ്മിലുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. അതായത് മരിച്ചുപോയ ഭാര്യയോട് ജീവിച്ചിരുന്നപ്പോൾ സ്നേഹം കാണിക്കാതെ, സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാത്ത ഒരു ഹസ്ബൻഡ് പുള്ളി മറ്റുള്ള കാര്യത്തിൽ ബിസി ആയിപ്പോയി. ഭാര്യ മരിച്ചതിന് ശേഷമാണ് പുള്ളി അവളെ എനിക്ക് തനിക്ക് വേണ്ടി എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിരുന്നു എന്നുള്ള എല്ലാം തിരിച്ചറിഞ്ഞ ശേഷം പുള്ളിക്ക് ഇവളോട് ഈ ഇഷ്ടം തുറന്ന് കാണിക്കാനുള്ള അവസരം ഇല്ലല്ലോ ഇനി എന്നുള്ള ആഘോഷം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ഹസ്ബൻഡ് ഭാര്യയുടെ ഓർഗൻസ് ആർക്കൊക്കെയാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് അവരെ പോയി കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പുള്ളി ഗംഭീരമായിട്ട് ലവ് സ്റ്റോറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നല്ല സാധനം. എന്നിട്ട് അതിൻ്റെ അകത്തൊരു ആക്ഷൻ സീൻ മതി. എനിക്ക് തോന്നുന്നു ഇപ്പം പുള്ളി ആക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്തൊരു ലവ് സ്റ്റോറി. ഇപ്പം ഗജിനി പുള്ളിയുടെ എല്ലാവർക്കും പോസിറ്റീവ് ഇതുള്ള ഒരു പടമാണെങ്കിൽ പോലും അതിനകത്ത് ഈ ആക്ഷന് ഇഷ്ടമാണെങ്കിലും അതിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത് ഇപ്പോഴും ഓർക്കുന്നത് ആ ലവ് സ്റ്റോറി. അത് വർക്ക് ചെയ്യിച്ചിട്ട് പിന്നെ ആക്ഷനിലേക്ക് തിരിയാണ്. ഇതിപ്പം ഇതിനകത്തും ഈ ലവ് സ്റ്റോറി വളരെ വളരെ നോർമൽ. ഗജിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ തമിഴ് ഗജിന് അതിൽ സൂര്യയും അസിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസിന്റെ ക്യാരക്ടർ ചുമ്മാ ഒരു നായികയല്ല. നായകന്റെ ഇൻട്രോയ്ക്ക് പോലെ സോങ് ഇല്ല, നായികയുടെ ഇൻട്രോയ്ക്ക് സോങ് ഉണ്ട്, അറിയോ? അതെ. തമിഴിലെ ആ ക്യാരക്ടറിൽ നമ്മൾ കൂടുതൽ ഈ അസിന്റെ ക്യാരക്ടറിനോട് കുറച്ച് കൂടുതൽ ഓഡിയൻസ് അറ്റാച്ച്ഡ് ആവും. അതുകൊണ്ടാണ് ഈ സൂര്യ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഈ സൂര്യയുടെ ക്യാരക്ടറിനെ പുറകെ ഫോളോ ചെയ്യുന്ന കാര്യം. പിന്നെ സൂര്യ ഫോളോ ചെയ്തതിനേക്കാൾ കൂടുതൽ അസിനെ ഫോളോ ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓവർ ക്യൂട്ട്നെസ് ഉള്ള നായിക വർക്കാവുന്ന ഒരു കാലഘട്ടം ഇന്ന്. പക്ഷെ എന്നാലും എനിക്ക് ആ സിനിമ ഇപ്പോഴും കാണുമ്പോഴും ശ്രദ്ധിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് കണ്ടാലും നമുക്കൊരു ഭയങ്കര ഇത് ഭയങ്കര ഓവർ ആയിരുന്നല്ലോ എന്ന് ഇല്ല. കാരണം മറ്റ് സൈഡ്സും ഉണ്ട്. നായിക ലേറ്റർ ആകുമ്പോഴത്തേക്കും നായകയുടെ ഇമോഷൻ വർക്കാണ്. ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് പോലും നായകയ്ക്കൊരു ട്രോമയുണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛനെയും അനിയനെയും. പക്ഷെ അത് നായിക പ്രസന്റ് ചെയ്യുന്ന സീൻ നമുക്ക് ഈ സീനൊക്കെ അടിച്ചുവിടുക എന്നുള്ള സെറ്റപ്പാണ്. പക്ഷെ അതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ടാക്സി മേടിക്കാൻ പോകുന്നു അങ്ങനത്തെ ഒരു സീനില്ലേ, അതൊക്കെ വർക്കാണ് അവിടെ. കാരണം എന്തോ നമ്മളെ പിടിച്ചു നിർത്തുന്ന സമയത്താണ് ഈ സീനൊക്കെ വന്നു പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആവാതെ ഇരിക്കുമ്പോഴത്തേക്കും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത സീനും കൂടെ വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയത് വിജുവിനും വരുമ്പോഴാണ്. ഇനി എന്ത് മണ്ടത്തരമാണ് ഇവരുടെ ക്യാരക്ടേഴ്സ് കാണിക്കാന്നുള്ളത്. അതെ. ഇന്റർവെല്ലിനെ പറ്റി പറയാം. അതായത് മുരുകദാസിന്റെ ഇന്റർവെൽ പഞ്ച് എന്ന് പറയുന്നത് മുരുകദാസിന്റെ ക്യാമിയുണ്ട്. അതെ. മുരുകദാസിന്റെ ക്യാമിയ പുള്ളിയുടെ എല്ലാ പടത്തിലുള്ള പുള്ളിയുടെ ഇന്റർവെൽ സീക്വൻസുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ ഭയങ്കര ഐക്കോണിക്സ് ആണ്. ഐ ആം വെയിറ്റിംഗ് തുടങ്ങിയിട്ട് പിന്നെ ഒരു 10 പടത്തിൽ ഐ ആം വെയിറ്റിംഗ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിൽ തുടറാപ്പാക്കല എന്ന് പറഞ്ഞൊരു ഡയലോഗിൽ അതും
ഇത് ഞാൻ പറയാം, തുപ്പാക്കിയുടെ എലമെൻ്റ് എവിടെ വരുന്നത് വെച്ചാൽ തുപ്പാക്കിയിൽ വില്ലനും നായകനും തമ്മിലുള്ള ഫോൺ കോൺവെർസേഷനാണ്. ഇതിൻ്റെ ഇൻ്റർവെല്ലിലും വില്ലനും നായകനും ബിജുമേനോടും കോൺഫറൻസ് കോളിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാനും വിചാരിച്ചു ഇത് ആ സീൻ ബേസിക്കലി പുള്ളി ഉദ്ദേശിച്ചതുപോലെ വർക്കായെന്ന് ചോദിച്ചാൽ വർക്കാവുന്ന ഓഡിയൻസ് ഉണ്ടാവാം, പക്ഷെ നമുക്ക് അത് രസിക്കാം, പക്ഷെ അതിന്റെ മൈൻഡ് സെറ്റ് വേറെ. കാരണം പടം അതുവരെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന മൈൻഡ് സെറ്റിലല്ല ആ സീൻ വരുന്നത്. ആ സീനില് നിങ്ങൾ ആലോചിച്ച് നോക്കുക, വില്ലനും നായകനും NIA ഓഫീസറും തമ്മിൽ ഒരു കോൺഫറൻസ് കോളിൽ കിടക്കുകയാണ്. അപ്പം നായകൻ അവിടെ നിന്നിട്ട് പുള്ളിയോട് സംസാരിക്കുന്നത് വില്ലൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ വില്ലന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മാലതി വിളിക്കും, മാലതിയും SK തമ്മിൽ സംസാരിക്കുമ്പോൾ വില്ലൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാനപ്പോൾ ആലോചിച്ച് വില്ലൻ യാറാ ഇതൊക്കെയല്ല എന്നെ കൂടെ ഇതെന്തോടെ ഇവന്മാർ ഇതിനകത്ത് എന്നെ എന്നെ ഇതിനകത്ത് ആടിയത്, എന്നോട് ആരോട് ചോദിച്ചാൽ എന്നെ ഈ കോൺഫറൻസ് കോളിൽ ആടിയത്. അല്ല പക്ഷേ SKയുടെ മൈൻഡ് സെറ്റ് വെച്ച് അതൊക്കെയാണ് നിങ്ങളൊക്കെ കൂടെ സംസാരിക്കും. അതെ അത് ബേസിക്കലി ആ ക്യാരക്ടർ ആ സമയത്ത് കുറച്ച് ഫണ്ണി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ പഴയ പടത്തിൽ വരെ സുരാജ് കാണിക്കുന്നത്, എന്നാൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തരുന്നത് 2 ഫോൺ വെക്കുന്ന പോലെ ഇവർ തമ്മിൽ NIAയും തമ്മിൽ ഞാൻ മരിക്കാൻ വന്നത്, എനിക്ക് നിങ്ങളുടെ പ്രശ്നം കേൾക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു സെറ്റപ്പ് പരിപാടി രസം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഈ പറഞ്ഞല്ലോ ഇങ്ങനെ കുറച്ച് ചിലപ്പം എഴുതിയപ്പോൾ പുള്ളി ഇത് രസമായിരിക്കും എന്ന് പറഞ്ഞാൽ എഴുതി, പക്ഷെ അത് കുറച്ച് ഫണ്ണിയാണ്. അത് എനിക്ക് പേഴ്സണലി കുറച്ച് ഫണ്ണിയാണ്. 50-50 വേണേ വർക്ക് ചെയ്യാം. അതെ അത് 50-50 അപ്പോൾ എനിക്കത് കുറച്ച് നമ്മൾ കുറച്ച് ചിരിക്കുകയും ചെയ്തു. എന്നാൽ ലാസ്റ്റത്തെ പഞ്ച് വരുമ്പം അനിയുടെ BGM എല്ലാം കൂടെ ഇങ്ങനെ നിന്ന് നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞു നിന്നു. അനിയിലേക്ക് വരണം, അനിയെ വരുന്നുണ്ട് അങ്ങോട്ട്. അതെ അതെ വരുന്നുണ്ട്. സോ ഇത് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പം എന്താ ഭയങ്കര രസകരമായെന്ന് വെച്ചാൽ ഡാർക്ക് ഹൗസ്, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഡാർക്ക് ഹൗസ് അതായത് ഇവരുടെ മിഷൻസ് ഒക്കെ നടത്താൻ ഇവരൊരു ഭയങ്കര സീക്രട്ടീവായിട്ട് കാട്ടിനകത്തൊരു ബിൽഡിങ്ങിൽ ഡാർക്ക് ഹൗസ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡാർക്ക് ഹൗസിനെ കുറിച്ച് ബിജു മേനോൻ അറിയാം, വഴിയ പുറത്തുള്ള ചായക്കടക്കാരനറിയാം, ഓട്ടോക്കാരനറിയാം, വളരെ എപ്പോഴും ഇടയ്ക്ക് പറയും ഇത് വളരെ സീക്രട്ടുള്ള വളരെ സീക്രട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇതെല്ലാം ഇങ്ങനെ പറയുമെങ്കിലും 4 സ്റ്റേറ്റ് തപ്പുന്ന വിദ്യുത് ജംവാലിനെ പുള്ളിയെ സൂക്ഷിച്ചിരിക്കുന്ന ഇടമാണ് ഈ ഡാർക്ക് ഹൗസ്. ഈ സെക്യൂരിറ്റി ഇല്ല. അവിടേക്ക് ഊബർ ഓട്ടോയും വിളിച്ച് മരുന്നെടുക്കാൻ പറ്റും. നമ്മളത് ആലോചിച്ചു, നിങ്ങളുടെ ഈ പടം കണ്ടവര് നിങ്ങളുടെ കോമൺ സെൻസ് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആക്ച്വലി ഒരു ഓട്ടോക്കാരൻ എടുത്ത് ചേട്ടാ ഡാർക്ക് ഹൗസിലേക്ക് NIAയുടെ ഡാർക്ക് ഹൗസിലേക്ക് പോകണം. ഡാർക്ക് ഹൗസോ? ആ ചേട്ടാ അത് ഈ പോണ വഴിക്കഥ ഈ പോയി ആ കാട്ടിനകത്ത് കയറി കുറച്ച് കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയ കെട്ടിടം കാണാം, അതാണ് ഡാർക്ക് ഹൗസ് കേട്ടോ. 4ാമത്തെ തെങ്ങിന്റെ അവിടെ വലത്തോട്ടെ. അതല്ലേ ഇനി മറന്നു പോയത് കേട്ടോ. ഇനി ആര് ചോദിച്ചാൽ ഏറ്റവും സീക്രട്ട് മിഷൻ അവിടെയാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെയാണ് ഈ സിനിമയുടെ എന്താ പറയുക. അതെ അങ്ങനെ അത് നമ്മളിങ്ങനെ ലോജിക്കലി നോക്കുമല്ല, പക്ഷെ നമ്മളിങ്ങനെ ഇത് കോമൺ സെൻസ് അതായത് ലോജിക്കല്ല, ഇത് നമ്മുടെ കോമൺ സെൻസ്. ശിവകാർത്തികൻ ഒരു ഔട്ട്സൈഡറാണ്. അതായത് NIA തന്നെ പറയുന്നത് ഒരു മിഷന് വേണ്ടി ഔട്ട്സോഴ്സ് ചെയ്ത ആള്, ഒരു ട്രെയിനിങ്ങും ഇല്ല. പക്ഷേ ഈ ഡാർക്ക് ഹൗസിന്റെ എല്ലാ മറ്റേ ഡോറിലേക്കുള്ള ആക്സസ് കീ ശിവകാർത്തികന് കൊടുത്തിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് ഈ വിദ്യുതിന്റെ മറ്റേ ഹോസ്പിറ്റൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റൂം ഉണ്ട്. അതിങ്ങനെ എന്തോ മറ്റേ ഗ്ലാസ് ഒക്കെ ഹിഡൻ ഗ്ലാസ് അപ്പൊ അവിടേക്കുള്ള ആക്സസ് പോലും ശിവകാർത്തികന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ NIA സംബന്ധിച്ച് ഈ ഡീറ്റെയിൽസ് ഒന്നും അവർ പറയുന്നില്ല ശിവകാർത്തികനോട്, എന്തിനാണ് ഇവരെ അവിടെ താമസിപ്പിച്ചേക്കുന്നത് ഇതൊന്നും പറയത്തില്ല. പക്ഷേ എല്ലായിടത്തേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്, വേണം നീ കണ്ടുപിടിച്ചോ എന്നുള്ള സെറ്റപ്പ്. അപ്പോൾ ആലോചിക്കുക, അത് ഇത്രയും വലിയൊരു ഒരു ഫോഴ്സ്, അവരുടെ സെക്യൂരിറ്റി മെഷേഴ്സ് അത്ര വീക്കായിട്ട്, അത് അത്ര മണ്ടൻ. അതെ പൊതുവെ ഈ എഴുതുമ്പം നമ്മുടെ നാട്ടിലൊരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും ഇതിൽ സെക്യൂരിറ്റി ഉണ്ട്. ലാസ്റ്റ് മറ്റേ സ്ഥലം കത്തിക്കുമ്പോഴത്തേക്കുമാണ് ഈ മരുന്നെടുക്കാൻ അപ്പോഴത്തേക്ക് ഒരു പോലീസുകാരനുണ്ട്, അവരൊക്കെ അപ്പുറത്തൊരു അപകടം നടക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പോയല്ലോ. അതെ, അതായത് NIAയുടെ ഓഫീസും ഡാർക്ക് ഹൗസും ഈ 2 സ്ഥലത്താണ് സെക്കൻഡ് ഹാഫിലെ മേജർ 2 ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പോൾ ഡാർക്ക് ഹൗസിൽ നിന്ന് NIAയിലേക്ക് അറ്റാക്ക് നടക്കാൻ പോകുന്നുവെന്ന് വില്ലൻ്റെ ആൾക്കാർ NIA അറ്റാക്ക് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് ഡാർക്ക് ഹൗസിലുണ്ടായിരുന്ന ഒരു വലിയ ബറ്റാലിയൻ ആൾക്കാരെ മൊത്തത്തിൽ നേരെ ഫോഴ്സ്, അതായത് ആ ഫോഴ്സിനെ മൊത്തത്തിൽ ഇവർ NIAയിലേക്ക് അയക്കും. എന്നിട്ട് ഡാർക്ക് ഹൗസിൽ 4, 3, 7 പേര് ശിവകാർത്തികൻ ഓട്ടോയിൽ വന്ന് മരുന്നെടുത്തിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ചോദിക്കുന്നത്, സാർ എங்கே പോയി? എല്ലാവരും കാണുന്നില്ല. അവര് 6 മണിക്ക് പണിയും കഴിഞ്ഞ് വീട്ടിൽ പോയി എൻ്റെ ഒരു വലിയ വെടിവെപ്പ് അടക്കാൻ പോകുന്നു പറയുമ്പോഴത്തേക്കും മാലതി എന്ന് പറഞ്ഞ് നേരെ അവിടെ നിന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ എങ്ങനെ പോകും? അപ്പോൾ അടുത്ത് ഇങ്ങനെ പള്ളക്കാരൻ്റെ കയ്യിൽ നിന്ന് പുള്ളിയുടെ വണ്ടിയുടെ ചാവി വാങ്ങിച്ച് ആ വണ്ടി എടുത്തോണ്ടാണ് പുള്ളി നേരെ NIA ഓഫീസിലേക്ക് പോകുന്നത്. അപ്പം നമ്മളിത് കാണുമ്പം ഇതെന്താണ് ഇങ്ങനെ എന്തോ, ഇത് പണ്ട് ഇതുപോലൊരു മറ്റേ നോളൻ്റെ ഒരു പടമില്ല ഡാർക്ക് നൈറ്റ് റൈസസ്, അതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതായത് ഒരു 3000 പോലീസുകാരെ അണ്ടർഗ്രൗണ്ടിലേക്ക് വിടും.
അതായത് ആ സ്റ്റേറ്റിന്റെ എല്ലാ പോലീസുകാരെ അണ്ടർഗ്രൗണ്ടിലേക്ക് വിടുമ്പോഴത്തേക്കും നമ്മൾ മേളിലാരും ഇല്ല അതെ അതെ എന്നുള്ളത് എല്ലാവരും വിട്ടോടാ നീ എന്നുള്ള സെറ്റപ്പിൽ ഇപ്പം നോളൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് അക്സെപ്റ്റ് ചെയ്തു ഞങ്ങൾ. അല്ല അന്നും ഈ പറഞ്ഞാൽ അതിന് ആ പടം കുറച്ച് അതെ, ആ പടത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ ലോജിക്കൽ നെഗറ്റീവ്നെസ് ഉണ്ടായ ഒരു പടം. ഇങ്ങനെയുള്ള പടങ്ങൾ ഈ നോക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അറിയാതെ പോലും അതൊക്കെ. ഇത് ആക്ച്വലി ഇപ്പം ഈ വീഡിയോ കാണുന്നതിൽ സിനിമയിൽ നമ്മൾ ഒരു ആക്ഷൻ പടത്തിലും മാസ് പടത്തിലും ലോജിക്ക് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതായത് എല്ലാ സിനിമയ്ക്കും എല്ലാ കഥകൾക്കും ഒരു ലോജിക്കുണ്ട്. അത് നമ്മുടെ ഈ ലോജിക് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബോക്സ് ആണ്. ഈ ബോക്സിനകത്ത് നിന്ന് നിങ്ങൾ ഈ സിനിമ കാണൂ എന്ന ഫിൽം മേക്കർ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇപ്പോൾ അവർ പറയും അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ ലോജിക്ക് ഇതാണ് എന്ന് പറഞ്ഞാൽ അല്ല. അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കും എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതായത് ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു പ്രോപ്പർ ലോജിക്കൽ ബോക്സ് ഇവർ ഉണ്ടാക്കിയിട്ടില്ല. ഏതാ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഈ പടം. നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല ഈ പടത്തിന്റെ ലോജിക്ക് എവിടെയാണ്, ടോൺ എന്താണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. കുരുവി സിനിമയിൽ വിജയ് ഒരു കെട്ടിടത്തിന് വേണ്ടി നിന്ന് ഉടൻ വരെ പറക്കുന്നു. ഇതാ സിനിമയിൽ അവൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറക്കുന്നു. ഇത് 1-2 സ്ഥലത്ത് നമ്മളെ പുള്ളി ഇതുപോലെ 2-3 സ്ഥലത്ത് ജമ്പ് ചെയ്യുകയാണെങ്കിൽ ആ പടത്തിൻ്റെ ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്ക്ക് ഇത്ര ദൂരത്തു നിന്ന് ഇത്ര ദൂരം വരെ പറക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പോകുമ്പോൾ ആ സിനിമയുടെ ലോജിക്ക് ഓക്കെയാണ്. അതിനാണ് പലപ്പോഴും മറ്റേ ക്യാരക്ടറിനെയൊക്കെ വെക്കുന്നത്. അതായത് ഇത് ചെയ്യാൻ ഒരുത്തനേ ഉള്ളൂ. അവൻ എന്ന് പറഞ്ഞാൽ അവൻ വന്നാൽ 1 കിലോമീറ്റർ ദൂരത്തിലേക്ക് ചാടാൻ കഴിവുള്ള അത് ഒരു വ്യക്തിയാണ് അവൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മണ്ടത്തരമാണ്. പക്ഷെ ആ സിനിമയുടെ ലോജിക്കിൽ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമയിലെ ലോജിക്ക്. ഈ സിനിമയിലെ ലോജിക്കാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ വേൾഡുമായിട്ടുള്ള ലോജിക്ക് തന്നെ സിനിമയിൽ വേണമെന്ന് നിർബന്ധമല്ല. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവരുണ്ടാക്കിയ സിനിമയിൽ നമ്മൾ കാണുന്ന സിനിമയ്ക്കകത്ത് ഒരു ലോജിക്കൽ ഒരു രാജമൗലി പടങ്ങൾ അത് ഭയങ്കര എക്സാമ്പിൾ. RRR ഒക്കെ അവിടെ തുടക്കം തന്നെ നായകനെയും 2 നായകന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം കാണിക്കുന്ന സീൻ ഒരാൾ 1000 പേർക്ക് ഇടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു, ഒരാൾ ഒരു കടുവയെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ സ്ട്രെങ്ത് അവരുടെ രണ്ടുപേരുടെയും കരുത്ത് നമ്മളെ കാണിച്ചു. ഇനി ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എങ്ങനെ ഇരിക്കും. ഇപ്പം 1000 പേരുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഇനി ഇവന്റെ മുമ്പിൽ ഒരു 10 പേര് വന്നാൽ നമുക്കിടെ ഇത് എന്ത് വേണം, ഇത് 1000 പേരോട് ഫൈറ്റ് ചെയ്തല്ലേ. അത് നമുക്കറിയാം. അതാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഈ ലോജിക്ക് എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ പറയുകയാണല്ലോ RRR ഇവിടെ ലോജിക്ക് എന്ന് ചോദിക്കും കുറെ പേര്. RRRനകത്തെ ലോജിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ സിനിമയ്ക്കും അതിൻ്റെ അകത്തൊരു ലോജിക്കുണ്ട്. ആ ലോജിക്ക് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ഈ NIAയും ഡാർക്ക് ഹൗസും ഇത്ര കിലോമീറ്റർ അടുത്താണ് എന്നിവർ പറഞ്ഞാൽ നമുക്കൊക്കെ ഇവരിവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങനെ തിരിച്ചു വരുന്നു. ഇതോ ശിവകാർത്തികൻ ഓർത്തിരുന്നിട്ട് ഓട്ടോ പിടിച്ച് വരാം എന്നുള്ള സെറ്റപ്പാണ് എന്നുള്ള. അങ്ങനെയല്ല. ഇത് വളരെ സീക്രട്ടായിട്ട് വേറെ ആർക്കും അറിയാത്ത, അതെ പോലീസുകാർക്ക് പോലും അറിയാത്ത ഒരു സ്ഥലമാണ്. അതെ, ശിവകാർത്തികേനെയും രുക്മിണി വസന്തിൻ്റെ ക്യാരക്ടറേയും കൂടെ ഡാർക്ക് ഹൗസ് ചെയ്യുന്ന NIAയുടെ ഓഫീസിലേക്ക് അയക്കുന്നത് ഇവരുടെ ഒരു വൻ പ്ലാനാണ്. ഒരു വലിയ വില്ലനെ പിടിക്കാനുള്ള പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇവരെ രണ്ടുപേരെ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ അങ്ങോട്ട് അയക്കുന്നു. ഈ NIA അറിയാതെ ശിവകാർത്തികൻ തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഇറ്റ് ഡസൻ വർക്ക്. അത് നമുക്ക് വർക്കാവുന്ന ഒരു ലോജിക്കല്ല. അവിടെയാണ് ഈ പ്രശ്നം. ആരും അറിയാതെ ശിവകാർത്തികൻ തിരിച്ചു വന്നു ഡാർക്ക് ഹൗസിലേക്ക്. അപ്പോൾ നമ്മൾ പേടിച്ചു. കാര്യം ഈശ്വര റുക്കുവിന് എന്തെങ്കിലും പറ്റുമോ? റുക്കുവിടെ ഒറ്റയ്ക്കാണ്. റുക്കുവിനെ വില്ലന്മാർ കൊന്നാൽ നമ്മുടെ നായകൻ സ്വാഭാവികമായിട്ട് എന്നെ തടുക്കത്തില്ല, നമുക്കറിയാം. എന്നെ കൊണ്ടത് പറ്റത്തില്ല, നമുക്ക് മനസ്സിലായി. ഐ മീൻ ഈ സിനിമയിലെ NIA, നമ്മൾ NIA ശരിക്കുള്ള NIA നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. അതങ്ങനെയാണ്. തമിഴ് സിനിമയിലെ കാലാകാലങ്ങളിലുള്ള എല്ലാം കഴിയുമ്പോഴേ പോലീസ് വരും. ഇത് എല്ലാ പോലീസും ഒരുമിച്ചാണ്. ഇവര് 4 പേര് അങ്ങോട്ട് പോകാൻ ഇല്ല സാർ, ഞാൻ സാറിനോട് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പടി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സാറിനോടെ വരത്തുള്ളൂ. ഇവരെല്ലാം സ്റ്റെപ്പ് കയറി വരുവാണ്. ആക്ച്വലി മറ്റൊരു ഈ പറഞ്ഞ ലോജിക്കൽ മിസ്റ്റേക്കിന്റെ മറ്റൊരു സംഭവമാണ് സസ്പീഷ്യൻ മീറ്റർ. അതായത് ഒരാൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് 5 പേരിൽ ഒരാൾ മോളാണ്. NIAയിൽ ഇവരുടെ ഡാർക്ക് ഹൗസിൽ നിന്ന് ഈ വിവരങ്ങൾ ചോർത്ത് കൊടുക്കുന്ന ഒരാൾ ഇവരുടെ കൂടെ ഉണ്ട് എന്ന് ഇവരുടെ ടീമിന് സംശയം തോന്നിട്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കമ്പ്യൂട്ടറിൽ ഇവരിങ്ങനെ ഓരോരുത്തരുടെ ഫയൽസ് അനാലിസിസ് ചെയ്യുന്ന കൂട്ടത്തിൽ താഴെ എഴുതി വരും സസ്പീഷ്യസ് മീറ്റർ 71%, 68%. അതൊക്കെ അല്ല അത് നമ്മൾ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അത് അവർ ചുമ്മാ സ്ക്രീനിൽ എന്തെങ്കിലും അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് എന്തിനാണ് അങ്ങനെ ഒരു ഉപയോഗം വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആ വിഷയം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അതായത് എത്തിക്കാനുമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഡയറക്ടർ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്ത് ചെയ്തൊരു പരിപാടി ആയിരിക്കത്തില്ല. ഇപ്പം നമ്മൾ ആ സ്ക്രീനിൽ ഒരു സാധനം പറഞ്ഞിട്ട് ഇവർ ഇന്ന 2 പേരുടെ ഫോട്ടോ വരണം. അതൊക്കെ ആക്ച്വലി VFXൽ ടീമിന്റെ ഒരു ആഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ അവിടെ എന്ത് കൊടുക്കുന്നത് ആലോചിച്ചപ്പോൾ VFX അവിടെ ഇരുന്ന് ചെയ്യാൻ ചെയ്യുന്ന പറയും എടാ സസ്പീഷ്യസ് മീറ്റർ എന്ന് വെക്കണം അവിടെ എന്ന് പറയുന്നത് പോലെ. പണ്ട് നമ്മുടെ പടത്തിൽ പറയാം DNA മാച്ചിങ് 71%, 82% എന്ന് പറഞ്ഞിങ്ങനെ DNA മാച്ചിങ്ങിൻ്റെ പരിപാടി കാണിക്കുന്ന പോലെ തന്നെ
അതെ അതെ അതേ സെയിം പരിപാടി തന്നെയാണ് ഇത്. ഫയൽ കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ 100% കോപ്പി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എഴുതി കാണിച്ചുകൊണ്ടിരുന്ന കുറേ പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ ആക്ച്വലി ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് ഈ VFXൻ്റെ അത് റീപ്ലേസ് ചെയ്യുന്നതാണ്. ആ പ്ലേറ്റ് VFX പ്ലേറ്റ് ആയിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവർ ചെയ്യുന്നത് ഇത് ഫൈനലോട്ട് കാണുമ്പോഴേക്കും ഒരു പക്ഷേ ഇവർ ചിന്തിക്കുന്നത് രണ്ടാമത് പോയി കറക്റ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല. ചിലപ്പോൾ ഇവർ കുഴപ്പമില്ല, പാസബിളാണ്, ആൾക്കാരൊക്കെ പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ലൈനിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഇത്രയും വലിയ സിനിമയിൽ ഇത്രയും വലിയ സിനിമയിൽ ഇത്രയും പരിപാടികൾ നടക്കുന്ന സമയത്ത് അതൊരു വലിയ വിഷയമാണോ എന്നതിനെപ്പറ്റി അവർ ചിന്തിക്കും. അതും ഒരു വിഷയമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ ഇത് വർക്കായ ഒരു ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ രഘുവിനെ തപ്പി ഒരു ടീം വരത്തില്ലേ NIയിൽ, മറ്റേ ഡാർക്ക് ഹൗസിൽ വന്നിട്ട് ആ ഒരു അതിനകത്ത് വെച്ചുള്ള ഒരു ഫൈറ്റിലാണ് രഘുവിന്റെ പവർ. അതായത് ഇപ്പം മറ്റേ രഘു എന്ന് പറയുന്നത് രഘുറാം എന്നാണ് SKയുടെ ക്യാരക്ടർ. അപ്പം വിദ്യുത്തിനെതിരെ രഘുവായിട്ടുള്ളൊരു ഫൈറ്റ് കാണുമെന്ന് ഉറപ്പാണ്. ബട്ട് ഇപ്പം ഒരാൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാണ്. അതായത് നമ്മുടെ വിദ്യുത് ജമാലിന്റെ ആ ജയിൽ ബ്രേക്ക് എന്നല്ല, എന്താ പറയണ്ടേ, ആ എസ്കേപ്പ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ ഫൈറ്റ് സീനാണ് പടത്തിലെ ഏറ്റവും ബെസ്റ്റ് സീക്വൻസ്. അതൊരു ആ സെറ്റപ്പ് രസമുണ്ട്. അതായത് അവിടെ വെള്ളം മറ്റേ എന്തുവാ പൈപ്പ് പൊട്ടി വെള്ളം വരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് അത് രസമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ആ സീക്വൻസ് നമ്മൾ വിദ്യുത് ജമാലിനെ അത്ര അടിപൊളിയായിട്ട് കണ്ടു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ രഘുവിന്റെ ഒരു നല്ല മൊമെന്റ് കണ്ടിട്ടില്ല. രഘു ഇപ്പോഴും ഒരു വീക്കായിട്ടുള്ള ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്തത് രഘുവിന്റെ ഒരു രഘുവിന്റെ പവർ ഫൈറ്റർ ആയിട്ട് അതിന് ഒരു തട്ടിക്കൂട്ട് സീനാണ്. പെട്ടെന്ന് കുറെ പേര് വന്നിട്ട് രഘുവിനെ പിടിക്കാൻ വരുന്നു. അപ്പം ആ സീൻ ആക്ഷൻ എനിക്ക് അതിന് മുമ്പുള്ളൊരു ഫണ്ടുണ്ടല്ലോ, உங்களுக்கு വെയിറ്റിംഗ് അന്ത റൂം എന്ന് പറഞ്ഞിട്ട് മറ്റേ ബിജുമേനൻ അവരെ ആ റൂമിലേക്ക് വിട്ടുന്നത് ഒരു സീൻ. അത് മീൻസ് നമ്മൾ കാണുമ്പോൾ രസം, നമുക്കറിയാം ഇതൊരു കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ മാത്രമാണ് ബിജുമേനൻ. അല്ല, ആ സീനിന്റെ ഉദ്ദേശം തന്നെ ബിജുമേനൻ അവിടെ പവർ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം ഈ SKയുടെ ക്യാരക്ടറിനെ കൊല്ലാൻ വേണ്ടി അവൻ്റെ തല എടുത്തുകൊണ്ടുവരാൻ വേണ്ടി ടീമിനെ അയച്ചേക്കുക. അപ്പോൾ ഇവർ വന്ന് ഇവരോട് പറയും ഞങ്ങൾ രഘുവിനെ പിടിക്കാൻ വന്നാൽ രഘുവിനെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും ബിജുമേനൻ പറയുന്നുണ്ട് എന്നാൽ വാ നിങ്ങൾ ചെന്ന് കയറി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നേരെ അവരെ വിളിച്ചാൽ അവങ്ങൾക്കകതാ വെയിറ്റിംഗ് അത് ആ റൂം സെല്ലേക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ബിജുമേനൻ അറിയാം ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവനിപ്പോൾ അവൻ്റെ എല്ലാ സകല കെട്ടും വിട്ട് നിൽക്കുകയാണ്, ആരെ കൈകടികളും തിന്നും എന്നുള്ള മൈൻഡ് സെറ്റിൽ. അപ്പോൾ അവിടെയാണ് നമുക്ക് ശരിക്കും ആ പോയിന്റിൽ SK ഇവളെയും നഷ്ടപ്പെട്ടു. ആ ഫൈറ്റ് സീനിൽ വരെ സാധനം ഇതിനെ കൈ വെച്ചിട്ട് ഈ കൈക്കിടക്കൂടെ ആളെ കയറ്റി വെച്ചിട്ട് ആ സാധനം കുറച്ചധികം SK നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്യാമറ മൂവ്മെന്റ്സും കുറച്ച് മൊത്തത്തിൽ അത് ഇതൊക്കെയാണ് തോന്നുന്നു പുള്ളിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് സാധനങ്ങൾ. SK കാണിക്കുമ്പോഴത്തേക്കും ജയിലില്ലാത്തൊരു ഫൈറ്റ് സീൻ, ലൈറ്റിംഗ് പരിപാടി എല്ലാം രസം ഉണ്ടായിരുന്നു. വിദ്യുതിൻ്റെയും രണ്ടുപേരും ഇപ്പം ഇത് കുറെ കൂടെ നേരത്തെ ആണെങ്കിൽ പടം നേരത്തെ ഇൻട്രസ്റ്റിംഗ് ആയി പോയത്. ഈ സാധനമൊക്കെ അങ്ങ് ടുവേഴ്സ് ക്ലൈമാക്സ്, അതെ 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ മെയിൻ ആക്ഷൻ സെറ്റ് പീസ് ഒക്കെ വരുന്നത് ലാസ്റ്റ് കൊണ്ടിട്ടേക്കോ. അപ്പോൾ ഈ ആക്ഷൻ സീക്വൻസിന് ശേഷം അത് നേരെ കണ്ടിന്യൂ ചെയ്യുന്നത് ക്ലൈമാക്സിലേക്കാണ്. അപ്പോൾ ഈ ക്ലൈമാക്സിൽ നടക്കുന്ന ഒരു ഹാർബറിലാണ്. അതെ, ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർബറിനും നേരത്തെ കാണിച്ച ഗ്യാസ് ഫാക്ടറിക്കും ഒക്കെ ഈ NIA സെക്യൂരിറ്റി ഉണ്ട്. അതായത് NIA വന്നിട്ട് അല്ല പോർട്ടിൽ അവിടെ വന്നിട്ട് സംസാരിക്കുകയാണ്, ഞങ്ങൾ അകത്തോട്ട് കടന്നു പറഞ്ഞോ ഇല്ല സാർ എന്ന് പറഞ്ഞിട്ട് എന്ത് പ്ലാനാണ് ഇവർ. തമാശ എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് അത് NIA ആണ് വന്നത്, നിങ്ങൾ ബഹുമാനിക്കണം എന്ന് പറയുന്നതല്ല. NIA വന്നപ്പോഴത്തേക്ക് ആ ഡോർ അടച്ചത്. അപ്പോൾ NIA ഇവരെല്ലാം കൊണ്ട് ഇങ്ങനെ ഷിറ്റ് എന്ന് പറയുന്നത് നമ്മളപ്പോൾ ലിറ്ററലി നമ്മൾ ചിരിച്ചു പോയി. കാര്യം ഇവർ എന്തുറപ്പിലാണ് നേരെ കണ്ട് ചെയ്യുന്നത്. അപ്പോൾ പറയുമ്പോൾ ഇവരുടെ ക്യാരക്ടർ നമുക്ക് അവിടെ ചെല്ലാം, അവർ കയറ്റി വിടുമായിരിക്കും. നമ്മൾ NIA എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയറ്റി വിടുമായിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ പോകുന്നതല്ല, യാതൊരു പ്ലാനും ഇല്ലാതാണ് ഇവരുടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ആക്ഷൻ സീക്വൻസ് നടക്കുമ്പോൾ ആ ആക്ഷൻ സീക്വൻസിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ രുക്മിണി വസന്തിനെ കൊല്ലാൻ ശ്രമിക്കുന്നു, തീയിടുന്നു. അപ്പോൾ തീയിടുമ്പോഴും അവളെ അടിച്ച് ബോധം കെടുത്തിടെ കിടത്തിയിട്ട് ഒരു ഇത് എന്താ പറയുക തട്ടിയിടുന്നു. അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുവാണ്. ഇവൻ മറ്റേ ഇതെടുക്കാൻ പോകുമ്പോഴത്തേക്കും വഴിക്കിടും തോക്കെടുത്ത് അവക്കിട്ട് വെടിവെക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. അതിന്റെ സ്റ്റേജിങ് പരിപാടിയൊക്കെ നമ്മൾ ബേസിക്കലി ഇത് പോർട്ട് ഹാർബർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആ ഏരിയ വളരെ ഓപ്പണാണ്. ലൊക്കേഷൻ സെലക്ഷൻ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ ഓപ്പണാണ്. അപ്പോൾ ഇവിടെ ഓപ്പണിൽ എല്ലാവരും ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുക, ആരെ വെടിവെക്കാം എന്നും ചെയ്യാന്നുള്ള ലൈനില്ല. പക്ഷെ അത് ഇവർക്ക് മറഞ്ഞു നിൽക്കാനുള്ള സ്പേസോ അങ്ങനത്തെ ഒരു സെറ്റിങ്ങിലേക്കല്ല അത് പോണത്. അപ്പോൾ അവിടെയാണ് ഇതിന്റെ ഇവരെപ്പോഴും ഈ സ്ട്രഗിൾ. അല്ല, എനിക്ക് തോന്നിയത് ഇപ്പം വിദ്യുതിനെ യൂസ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ അല്ലത്. വിദ്യുത് ഇത്രയും നേരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴും നമുക്ക് പുള്ളിയുടെ എന്തെങ്കിലും ഒരു സാധനം കാണിക്കണമെങ്കിൽ ചുറ്റും ഒന്നും ഇല്ലാതായി. ഇപ്പൊ ഇവര് രണ്ട് പ്ലെയിനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഫൈറ്റിൽ പോലും ഭയങ്കര ക്ലോസ് ക്യാമറ വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഫൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ തുപ്പാക്കിയുടെ ആ ഒരു എലമെന്റ് ഇവിടെ വരുന്നുണ്ട് ക്ലൈമാക്സിൽ. വിദ്യുത് ജമാലും നായകൻ ഹാർബറിന്റെ അല്ല, വിദ്യുത് ജമാലും നായകൻ തമ്മിൽ 1-on-1 ആക്ഷൻ സീക്വൻസ്. ബാക്കിയുള്ളവരെല്ലാം നോക്കി നിൽക്കും. അത് എന്തോ ബോട്ടിലെന്തോ അത് മറ്റേ ഇതിലാണ് കപ്പലാണ് നടക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടും 1-on-1 ആക്ഷൻ സീക്വൻസ് നടക്കും. അതെ, ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ തുപ്പാക്കിയുടെ ആ ഒരു
എലമെൻറ്റ്, അതായത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വരുമല്ലോ. തുപ്പാക്കി എന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് ബന്ധമില്ലെങ്കിലും ആ സിനിമയിൽ നമ്മൾ വർക്കായ ഒരുപാട് എലമെൻറ്റ്സുകളുണ്ട് ഇതുപോലെ. ആ എലമെൻറ്റ്സുകളെ പുള്ളി ഈ സിനിമയിൽ റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതുപോലെ. അതിപ്പോൾ മനഃപൂർവ്വം ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്യാം എന്ന് ചിന്തിക്കുന്നതായിരിക്കില്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ കഥ എഴുതുമ്പോഴേ പുള്ളിക്ക് ഏറ്റവും വർക്കായ ഒരു പടമായിരിക്കും അത്. അപ്പോൾ ആ പടത്തിൻ്റെ ഒരു ബീറ്റ് നമ്മൾ പറയുന്നത് കൊണ്ടുവരുമ്പോഴത്തേക്കും അതുമായിട്ട് ലിങ്ക് ചെയ്ത് കുറച്ച് സാധനം അത് എഴുതാൻ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതലും ഡയലോഗ്സിൽ ആ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഈ സെറ്റിങ്ങിന്റെ കാര്യം വരുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത്. പടത്തിൽ വർക്കാവുന്നില്ല ലിങ്ക് ചെയ്ത് ഡയലോഗ്സ് ഒന്നും തുപ്പാക്കി യാർ കയ്യിരുന്നാലും വില്ലൻ ആ സാധനമൊക്കെ വരുന്നത് ട്രെയിലറിൽ കണ്ടപ്പോൾ അത് രസമായിരിക്കും തോന്നിയെങ്കിലും പടത്തിൽ വരുമ്പോൾ അത് ഇങ്ങനെ വന്നു പോവാണ്. നമുക്കത് അത്ര ഇമ്പാക്റ്റ് ഉള്ള സ്ഥലത്തല്ല അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ ഇവർക്കൊക്കെ മേലെ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്തുവായിരുന്നു, സിൻഡിക്കേറ്റിലെ ഒരു മെമ്പറായിട്ട് വിമല രാമൻ വരുന്നുണ്ട്. അതൊരു കോസ്റ്റ്യൂമും സ്ക്രീൻ പ്രസൻസും തന്നെ ഗംഭീരമാണ്. ഒന്നും ചെയ്യാനില്ല, അതേ കോസ്റ്റ്യൂം ഇട്ട് 10 പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷെ ലുക്കും ആളുടെ സ്ക്രീൻ പ്രസൻസും അതെ വളരെ രസമായിരുന്നു. നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ ഈ ക്യാരക്ടർ ഒരു എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. സിൻഡിക്കേറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പുള്ളിക്കാരത്തിന്റെ സീൻ വെക്കാറുണ്ട്. പക്ഷേ ഇത് പുള്ളിക്കാരത്തി ഇങ്ങനെ സിൻഡിക്കേറ്റിന്റെ കൂടെ ഇരിക്കുന്ന ഒരാളായിട്ട് മാറിയപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ ഇരുന്നിട്ട് ടി വി വെക്കും. ടി വിയിൽ എന്താണ് ന്യൂസ് വന്നാൽ അവരെന്തെങ്കിലും അറിയും. ഇവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. എന്താ, ആർക്കും ബുദ്ധിയില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അല്ല അങ്ങനല്ല, ആരും, അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യത്തക്ക ക്യാരക്ടേഴ്സാണ്. അതായത് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഇടന്ന് മണ്ടത്തരം അല്ലേന്ന് തോന്നും. മനസ്സിലായോ? അതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇവരത് അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെ, കോമൺ സെൻസിന് മേലെ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പം ഈ പറയുന്ന പോലെ അറ്റ്ലീസ്റ്റ് ഇമോഷണലി വർക്കാണെങ്കിൽ കുറച്ച് ലോജിക്ക് നമുക്ക് കളയാം. അത് ഞാനത് ഇഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്കത് ലോജിക്കില്ല എന്ന് പറഞ്ഞ് കളയാൻ പറ്റത്തില്ല നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇമോഷണലി വർക്കാവത്തില്ല. പക്ഷേ മറ്റ് കേരളത്തിലൊഴിച്ച് ബാക്കിയെല്ലാ സ്റ്റേറ്റ്സിലും പടം വർക്കാണ്. കേരളത്തിൽ വർക്കല്ലെന്നല്ല, കേരളത്തിൽ ഞാൻ കുറേ പേരുടെ റിവ്യൂവിലും നല്ല റിവ്യൂ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല, എനിക്ക് നീ പറയുന്ന പോലെ തമ്മിൽ ഭേദം റിവ്യൂ ആയിരിക്കും. മേ ബി അങ്ങനെ ആവാം. അതായത് ആൾക്കാർ പറയുന്ന പോലെ ഇതിന്റെ ലെങ്ത് എനിക്കൊന്നൊരു അരമണിക്കൂർ, അരയല്ല, എനിക്കൊന്നൊരു 3/4 മണിക്കൂർ കട്ട് ചെയ്ത് ടൈറ്റ് ആക്ഷൻ പടമാണെങ്കിൽ എനിക്കൊന്ന് ഒരു എബോവ് ആവറേജ് പടമാകാനുള്ള സാധനം ഉണ്ട് ഇതിനകത്ത്. അതായത് ഇവർ ലെങ്ത് എടുത്ത് മടുപ്പിക്കുന്നത്. ഇപ്പോഴും ഇവരുടെ പ്രശ്നം, ഇവരിപ്പം നമ്മളീ പറഞ്ഞ സിനിമയിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടല്ലോ. അതായത് നമ്മൾ ക്യാരക്ടറിനോട് സഞ്ചരിക്കണം എന്നുള്ളൊരു ആ എലമെന്റിന് വേണ്ടി ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് നായകനെ നായികയാണ്. അപ്പോൾ ഈ നായികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നായകൻ ഇടപെടണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകും നായകൻ എന്നുള്ളതൊക്കെ പുള്ളിയുടെ തലയിലുണ്ടായിരുന്നു. പുള്ളി അത് സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിച്ചു. പക്ഷെ നമ്മൾ കാണുന്ന പടത്തിൽ അതിൻ്റെ വളരെ വികലമായിട്ടുള്ളൊരു വിഷ്വലൈസേഷനാണ് നമ്മൾ കാണുന്നത്. വികലമായ ഇൻ ദ സെൻസ് വർക്കാവാത്ത ലെവൽ. അതായത് പിന്നെ അതാണ് ഇവരുടെ മേജർ പ്രോബ്ലം. നമ്മളീ പറഞ്ഞ ഇമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും പ്രശ്നമല്ല. എന്ത് അടി നടക്കണോ ഒന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ലോജിക്കും വിഷയമല്ല, ഒന്നും വിഷയമല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇതിനെ ഇമോഷണലി അറ്റാച്ച് ചെയ്യാൻ പൊതുവെ യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രധാന എലമെൻ്റാണ് ഇതിൻ്റെ ബീജിയവും പാട്ടും. അതിപ്പോൾ അനി ഇതുവരെ എടുത്ത പടങ്ങളിൽ വർക്കാവുന്ന വേസ്റ്റ് വരുന്ന മദ്യം ഈ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ മതി എന്ന് പറയാം. ഞാൻ പേഴ്സണലി ഈ സിനിമ കാണാനുള്ള എൻ്റെ ഒരേ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അനിരുദ്ധ. എനിക്ക് പുള്ളിയുടെ വർക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പുള്ളി മ്യൂസിക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പടം വാച്ചബിൾ ആകും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമുണ്ട്. പക്ഷേ എന്നെ പേഴ്സണലി എനിക്ക് അനിരുദ്ധിൻ്റെ ഏറ്റവും വീക്ക് വർക്കായിട്ടാണ് ഇത് ഫീൽ ചെയ്യുക. ഒരു തരത്തിലോ ആ മ്യൂസിക്കോ അതിനകത്ത് വരുന്ന ലിറിക്സോ നമ്മളായിട്ട് കണക്ട് ചെയ്യത്തില്ല. ഈ പറയുന്ന ട്രെയിലറിൽ വന്ന മദ്രാസി എന്ന് പറഞ്ഞ ആ ബീജിയം ഉണ്ട്, അതുപോലും പ്ലേസ്മെന്റ് കാരണം നമുക്ക് വർക്കാവാതെ പോകാറുണ്ട്. പിന്നെ ഒരു ബീജിയം, പിന്നെ ആക്ച്വലി വിദ്യുത് ജമാലിൻ്റെ ബീജിയമിന് നമ്മൾ ഈ അടുത്ത് കണ്ട ദാഹ തീമുമായിട്ട് എവിടെയോ ഒരു ചെറിയ ചായ, അത്രേ ഉള്ളൂ, എവിടെയോ. അതേപോലെ SKയുടെ മ്യൂസിക്കിന് ഡോക്ടറിലെ ബീജിയമിൻ്റെ ഒരു ചെറിയൊരു എലമെൻ്റ് അതിനകത്ത് കിടപ്പുണ്ട്, അത്രേ ഉള്ളൂ. ഇത് മൾട്ടിപ്പിൾ ടൈം ഇങ്ങനെ റീയൂസ് ചെയ്യപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ഇത് നമ്മൾ എവിടെയോ നമ്മൾ കേട്ടു. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് എല്ലാത്തിനും നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചായ ഉണ്ടെങ്കിലും ഇത് പടത്തിൽ പുള്ളി പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് സിനിമയെ എപ്പോഴും എലിവേറ്റ് ചെയ്യാറുണ്ട്. ഇവൻ ഈ കൂലി എനിക്ക് പേഴ്സണലി വർക്കാത്ത പടമാണെങ്കിലും കൂലിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോർസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ആ സിനിമയെ എനിക്ക് വർക്കാക്കാൻ സഹായിച്ചില്ല. ബട്ട് എങ്കിലും ഞാനത് തിയേറ്ററിൽ കേട്ടിരുന്നപ്പോൾ മറ്റേ സാധനം ഏതാ അന്തസത്വം അതൊക്കെ. പക്ഷേ ഈ പടത്തിൽ എനിക്കത് ഭയങ്കരമായിട്ട് തീരെ വർക്കാവാത്ത, പാട്ടുകളൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നു എന്നുള്ളതല്ലാതെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ബീജിയമോ ഒരു സോങ്ങോ ഇല്ലാത്ത അനിരുദ്ധിൻ്റെ ഒരേ ഒരു സിനിമ. പടക്കമായിട്ടുള്ള ദേവരയ്ക്കകത്ത് പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും സൂപ്പർ ഹിറ്റാണ്. അതെ ഇല്ലേ?
ഇതും ഈ പറയുന്ന പോലെ ഞാൻ ട്രെയിലർ കണ്ടപ്പം ഇത് കൊള്ളാലോടാ, ഇതുവരെയുള്ള മുരുകദോസിൻ്റെ പടം പോലെ അല്ലല്ലോ എന്ന് തോന്നിയത്. ഈ BGM അതിനകത്ത് രസമുണ്ടായിരുന്നു, ഈ ട്രെയിലർ കട്ട് രസമുണ്ടായിരുന്നു. ബട്ട് പടത്തിൽ ട്രെയിലറിൻ്റെ പേസിങ് അല്ല, ഭയങ്കര സ്ലോ ആണ്. പിന്നെ നമ്മൾ പറയാത്തൊരാളെന്ന് പറഞ്ഞാൽ സുദീപ് എളമൻ. ഇതിൻ്റെ ക്യാമറ ചെയ്യുന്ന സുദീപ് എളമൻ, നമ്മുടെ അയ്യപ്പൻ മലയാളി പ്രസൻസ്, ജനഗണമന ഒക്കെ ചെയ്തിരിക്കുന്ന സുദീപ് എളമനാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് വർക്കാണ്. എസ്പെഷ്യലി എനിക്ക് ഫൈറ്റ് സീക്വൻസിൻ്റെ ക്യാമറ വർക്ക് ഒക്കെ അതിൻ്റെ മറ്റേ മേക്കിംഗ് വീഡിയോയിലുണ്ട്. പുള്ളിയും കെവിനും കൂടെയാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതെ അതെ. ഞാൻ ഇതിൻ്റെ റോഡ് സീക്വൻസിൻ്റെ മാത്രം BTS ഉണ്ടല്ലോ. അപ്പോൾ അത് സിനിമോട്ടോഗ്രാഫി രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മദ്രാസ്. പക്ഷേ ഇത് ആക്ച്വലി ഈ സിനിമ തമിഴ്നാട്ടിൽ ഒരു കാര്യം, അവരുടെ ഈ വലിയ സിനിമകളുണ്ടല്ലോ, അത് ഭയങ്കര എക്സ്പെക്റ്റേഷൻ വന്ന സിനിമകളെല്ലാം പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് തീരെ എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. അവിടെ ആർക്കും താല്പര്യമില്ലായിരുന്നു. അവരെല്ലാവരും വിചാരിച്ചിരുന്നത് മുരുകദാസ് ഓൾറെഡി ലാസ്റ്റ് എടുത്ത പടം ബോംബായി, അപ്പോൾ ഈ സിനിമയ്ക്കും അതേ അവസ്ഥയാകുവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു ആവറേജ് പടമായി മാറും എന്ന് ചിന്തിച്ചിരുന്ന ഓഡിയൻസിന് ഇതൊരു ഇത് ഭയങ്കര ലോ എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ ഈ കൂലിയുടെ കേസ് പറയുന്ന പോലെ തന്നെ ഇപ്പം വളരെ ലോ എക്സ്പെക്റ്റേഷനിലാണ് ഈ പടം കാണുന്നതെങ്കിൽ എൻജോയബിൾ ഫെയർ എന്ന് വേണേൽ പറയാം. അതായത് ഒരു ആക്ഷൻ സിനിമയ്ക്കകത്ത് വേണ്ട എല്ലാ ബീറ്റ്സും ഉണ്ട്, ഒരു ജനറിക് ആക്ഷൻ പടം. അതെ, നിങ്ങൾക്കിപ്പോൾ ആക്ഷൻ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് കുറച്ച് ആസ്വദിക്കാവുന്ന ആക്ഷൻ സീക്വൻസ് പടത്തിലുണ്ടാവും. ബാക്കി കഥയോ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ പടത്തിലൊക്കെ നമ്മൾ ജോജിക്ക് നോക്കണം മക്കളെ എന്ന് തിരിച്ച് ചോദിക്കുന്നവർക്കൊക്കെ 5 ആക്ഷൻ സീൻ ഫിറ്റ് ചെയ്യാൻ മാത്രമുള്ള കഥാതന്തു ഉണ്ട് അതിനകത്ത്.